ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, മനഃപൂർവ്വം നമ്മുടെ ജീവിതം തോൽവിയാകണമെന്ന് ആരും ആഗ്രഹിക്കാറില്ല. ഒരു മനുഷ്യനോട്, നമ്മൾ ആരോട്, വിദ്യാഭ്യാസം ഉള്ളവരോടോ ഇല്ലാത്തവരോടോ നമ്മൾ ചോദിച്ചാൽ ആരും പറയത്തില്ല എൻ്റെ ജീവിതം എനിക്ക് തോൽവിയാകണം. ഇല്ല, എല്ലാവരുടെയും ജീവിതം ജയിക്കണമെന്നും അവരുടെ ജീവിതത്തിൽ അവർക്ക് നേടാമെന്നും ഒക്കെ നേടിയെടുക്കണമെന്നുമാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. എന്നാൽ പലപ്പോഴും നമ്മുടെ ചുറ്റുപാടുകൾ കാണുമ്പോൾ പലരുടെയും ജീവിതം തോൽവിയായിട്ട് തീരുന്നത് നമുക്ക് കാണാൻ പറ്റും. ഒരാളുടെ ജീവിതം തോൽവിയാണോ ജയമാണോ എന്ന് തിരിച്ചറിയുന്ന ആ വ്യക്തി തന്നെയാണ്. അനേകരെ നമ്മൾ ചുറ്റുപാട് നോക്കുമ്പോൾ പലരുടെയും ജീവിതം വളരെ ജയമാണെന്നും അവർ ഒത്തിരി നേട്ടങ്ങളൊക്കെ നേടിയെന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷേ ആ വ്യക്തികളോടൊന്ന് ചോദിച്ചു നോക്കിയാൽ അവർ പറയും, ഓ, ഞങ്ങൾക്ക് പലതും നേടാൻ കഴിഞ്ഞിട്ടില്ല, മറ്റു പലതും നേടണമെന്നുണ്ട്. പണമില്ലാത്തവർ കരുതും പണം ഉണ്ടായാൽ എനിക്ക് നേട്ടം വന്നു. പക്ഷെ പണമുള്ള ഒരാളോട് ചോദിച്ചാൽ പറയും, അവർ പറയും, ഓ, എനിക്ക് പണമൊക്കെ ഉണ്ട്, പക്ഷെ എന്ത് ചെയ്യാൻ, ആഹാരം കഴിക്കാനുള്ള യോഗമില്ല, എനിക്ക് ആരോഗ്യം ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. ആരോഗ്യമുള്ള ഒരാളോട് ചോദിച്ചാൽ പറയും, ഈ ആരോഗ്യം കൊണ്ട് എന്തുവാ പ്രയോജനം, വാങ്ങിച്ചു കഴിക്കാൻ, ഭക്ഷണം കഴിക്കാനുള്ള പൈസ ഇല്ല. പൈസകളോട് ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഓരോരോ പ്രയാസങ്ങളാണ്, പ്രശ്നങ്ങളാണ്. എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നത് നിങ്ങൾക്കറിയാമോ? മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചപ്പോൾ മനുഷ്യൻ എങ്ങനെയായിരിക്കണം, നമ്മൾ ഓരോരുത്തരെയും ദൈവം ഈ ഭൂമിയിലാക്കിയപ്പോൾ നമുക്ക് ഓരോരുത്തർക്കും ഓരോ പ്രോഗ്രാമിംഗ് അവൻ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ജീവിതം ഇങ്ങനെയായി തീരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആ ദൈവത്തിന്റെ ആഗ്രഹത്തിന് വിപരീതമായിട്ട് ദൈവം നമ്മളിൽ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്യാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ജീവിതം ആകെ കെയോസ് ആയിട്ട് മാറും. പ്രൈസ് ദി ലോർഡ്. നമ്മൾ എന്തെങ്കിലും ഒരു ഉപകരണം, എന്തെങ്കിലും ഒരു ഡിവൈസ്, എന്തെങ്കിലും ഒരു ഇലക്ട്രോണിക്സ് ഡിവൈസോ എന്തെങ്കിലും കടയിൽ നിന്ന് വാങ്ങിച്ചെന്ന് വെച്ചോ, അതിൻ്റെ കൂടെ ഒരു മാനുവൽ നമുക്ക് കിട്ടും. പ്രൈസ് ദി ലോർഡ്. ഒരു കാറ്റലോഗ് കിട്ടും. അതിനകത്ത് അത് എക്സ്പ്ലെയിൻ ചെയ്യും ഈ ഡിവൈസ് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്. പ്രൈസ് ഗോഡ്. എന്നാൽ അത് വായിച്ചു നോക്കി അതനുസരിച്ച് നമ്മൾ ചെയ്യുക. അത് നമ്മൾ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ഫലം പ്രതീക്ഷയ്ക്ക് വിപരീതമായിട്ടുള്ളതായിരിക്കും. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് നമ്മൾ മാനുഫാക്ചറേഴ്സിനെയോ അത് ഉണ്ടാക്കിയവരെയോ കുറ്റം പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. ഇന്നത്തെ രാത്രി എന്നെ കേൾക്കുന്ന ദൈവപൈതലേ, എന്റെയും നിന്റെയും ജീവിതം ഇത് ഉണ്ടാക്കിയവന്റെ കൈകളിൽ കൊടുക്കുകയാണെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, എന്നെക്കുറിച്ചും നിന്നെക്കുറിച്ചും ദൈവം കരുതുന്ന രീതിയിൽ നാം നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം ഇറ്റ് വിൽ ബി അമേസിംഗ്. പ്രൈസ് ദി ലോർഡ്. ഈ ചുരുങ്ങിയ കാലഘട്ടത്തിലെ എന്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ നിങ്ങളോട് ഇത് ഷെയർ ചെയ്യുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. അനേകരുടെ ജീവിതം തകർന്നു പോകുന്നതിന്റെ കാരണം, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, കർത്താവ് ചെയ്യുവാൻ അവരിൽ ആഗ്രഹിക്കുന്ന പലതും ചെയ്യുവാൻ തക്കോണം ദൈവത്തെ നമ്മൾ അനുവദിക്കുന്നില്ല. 139-ാം സങ്കീർത്തനം പറയുന്നു, അമ്മയുടെ ഗർഭത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ നീ എന്നെ കണ്ടു, നിയമിക്കപ്പെട്ട നാളുകളിൽ ഒന്നുമില്ലാതിരുന്നപ്പോൾ അവയൊക്കെയും നീ എഴുതി വെച്ചു. പ്രൈസ് ദി ലോർഡ്. എന്നെ കുറിച്ച് ഞാൻ എങ്ങനെയായിരിക്കണം, എന്റെ ജീവിതം എങ്ങനെയായിരിക്കണമെന്ന് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവൻ എന്റെ സൃഷ്ടാവാണ്. ഹി ഈസ് മൈ മാനുഫാക്ചറർ. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഈ ഭൂമിയിലായിരുന്നപ്പോൾ ഞാൻ എവിടെയായിരിക്കണം, ഞാൻ എങ്ങനെയായിരിക്കണം, ഏതൊക്കെ വ്യക്തികളുമായി ഞാൻ ഈ ഭൂമിയിൽ ബന്ധപ്പെടണം, ആർക്കൊക്കെ ഞാൻ അനുഗ്രഹമായി തീരണം, എന്റെ ജീവിതത്തിൽ ഏതൊക്കെ അവസ്ഥകളിലൂടെ ഞാൻ കടന്നു പോകണം, ഇതൊക്കെയും എന്റെ പുസ്തകത്തിൽ അവൻ എഴുതിയിട്ടുണ്ടായിരുന്നു. പ്രൈസ് ഗോഡ്. എന്നാൽ ഞാൻ എന്ത് ചെയ്തെന്നറിയാമോ? ഐ ബിക്കെയിം സെൽഫ് സെന്റേർഡ്. ഹല്ലേലൂയ. ഞാൻ തന്നെ എന്റെ ജീവിതത്തെ നിയന്ത്രിക്കാൻ തുടങ്ങിയപ്പോൾ, ഞാൻ തന്നെ എന്റെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും ഹല്ലേലൂയ കാണുവാൻ തുടങ്ങിയപ്പോൾ, പ്രൈസ് ഗോഡ്, ഞാൻ ഹല്ലേലൂയ അവന്റെ ഇഷ്ടത്തിൽ നിന്ന് ഒത്തിരി മാറി സഞ്ചരിക്കുവാൻ തുടങ്ങി. ഇന്നത്തെ രാത്രി അനേകരുടെ ജീവിതത്തിൽ ഈ ലോകത്തിൽ കാണുന്ന കെയോസ്, കൺഫ്യൂഷൻ ആൻഡ് ടെർമോയിലിന്റെ കാരണം അതാണ്. പ്രൈസ് ലോർഡ്. ഇന്നത്തെ രാത്രി പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒരു കാര്യം സത്യം മനസ്സിലാക്കേണ്ടത്, അനേകർ പലപ്പോഴും ഈ സത്യങ്ങൾ തിരിച്ചറിയുന്നത് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം, അതായത് ഒരുപാട് യാത്ര ചെയ്തതിന് ശേഷമാണ് തിരിച്ചറിയുന്നത് ഈ യാത്ര ചെയ്ത റോഡ് തെറ്റായിരുന്നു. നമുക്ക് ഇവിടെ മോട്ടോർ വേയിലൊക്കെ വണ്ടി ഓടിക്കുമ്പോഴേ നമ്മൾ പോകേണ്ട വഴിക്ക് പകരം വേറൊരു വഴിയിലൂടെയാണ് നമ്മൾ പോകുന്നതെങ്കിൽ എത്ര ദൂരം നമ്മൾ ഓടുന്നുവോ, പ്രൈസ് ദി ലോർഡ്, അത്രയും ദൂരം നമ്മൾ തിരിച്ചു വരേണ്ടി വരും കറക്റ്റ് ആയിട്ടുള്ള റൂട്ട് എടുക്കാൻ, ജംഗ്ഷനിൽ എടുക്കാൻ. പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ രാത്രി എന്നെ കേൾക്കുന്ന ദൈവപൈതലേ, ഓ ഹല്ലേലൂയ, the earlier you know where you are wrong, the better it would be for you to correct your path. Praise the Lord. ഇന്നത്തെ രാത്രി ഞാനും നിങ്ങളും എത്ര നേരത്തെ നമ്മുടെ വഴികൾ തെറ്റാണെന്ന് തിരിച്ചറിയുന്നുവോ, നമ്മൾ എവിടെ വീണിരിക്കുന്നു എന്ന് തിരിച്ചറിയുന്നുവോ, അത്രയും നേരത്തെ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം, നമ്മളെ കുറിച്ച് ദൈവം കരുതിയിരിക്കുന്ന ശ്രേഷ്ഠകരമായ പദ്ധതികളിൽ നമുക്ക് എത്തുവാൻ കഴിയും. പ്രൈസ് ഗോഡ്. ഇന്നത്തെ രാത്രി ഒന്ന് ഓർത്ത് നോക്കിക്കേ, ഹല്ലേലൂയ, ദൈവത്തിന് നമ്മളിൽ ചെയ്യാൻ പറ്റുന്ന പ്രവൃത്തി എന്ന് പറയുന്നത് that will be the best. Praise the Lord. Hallelujah. That will be the best we can ever think of. ഹല്ലേലൂയ. ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്താൽ ദൈവം ഹല്ലേലൂയ നമ്മളെ കുറിച്ച് വലിയ കാര്യങ്ങളെ ഹല്ലേലൂയ ചെയ്യും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തില് 28-29 വാക്യങ്ങളിൽ വളരെ മനോഹരമായ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. പൗലോസ് പറയുന്നത് ഇങ്ങനെയാണ്, കൊലോസ്യരോട് പറയുന്നത് എന്താണെന്ന് അറിയാമോ? ഹല്ലേലൂയ, സ്തോത്രം. We are preaching
And we are teaching in all wisdom to all men so that we may present them perfect in Christ Jesus. Praise the Lord. ഞങ്ങൾ ഏത് മനുഷ്യനെയും തികഞ്ഞവനാക്കി, ആരുടെ ക്രിസ്തുവിൽ തികഞ്ഞവനാക്കി തീർക്കേണ്ടതിന് സകല ജ്ഞാനത്തോടുകൂടെയും ഉപദേശിക്കുകയും പ്രബോധിപ്പിക്കുകയും ചെയ്യുന്നത്. പ്രൈസ് ഗോഡ്. എന്നെ കർത്താവ് വിളിച്ചിരിക്കുന്ന വിളി എന്തെന്ന് ചോദിച്ചാൽ, ദൈവം എനിക്ക് കാണിച്ചു തരുന്ന, എനിക്ക് വെളിപ്പെടുത്തി തരുന്ന ദൈവവചന സത്യങ്ങളെ മറ്റുള്ളവരോട് അറിയിക്കാനാണ്. കാരണം എന്താണെന്നറിയാമോ? ടു മേക്ക് പീപ്പിൾ പെർഫെക്റ്റ് ഇൻ ക്രൈസ്റ്റ് ജീസസ്. നമുക്ക് ക്രിസ്തുവില് എത്രമാത്രം പെർഫെക്ഷനിലേക്ക് ആയിത്തീരുവാൻ കഴിയുമോ? പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അത്രമാത്രം നമ്മൾ അവനായി തീരുവാനൊക്കെയാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നുണ്ട്. ചില കുഞ്ഞുങ്ങളൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ, റിസൾട്ട് ഒക്കെ അറിഞ്ഞു കഴിഞ്ഞ് കുഞ്ഞുങ്ങളൊക്കെ പറയാറുണ്ട്. അവരെങ്ങനെയാ പറയുന്നത് അറിയാമോ? ഞാൻ കുറച്ചുകൂടെ പഠിച്ചായിരുന്നെങ്കിൽ ഇതിനേക്കാൾ കൂടുതൽ മാർക്ക് കിട്ടിയിരുന്നതായിരുന്നു. പ്രൈസ് ഗോഡ്. ചിലരൊക്കെ നമ്മളൊക്കെ പലരും പറയാറില്ലേ, ഇപ്പൊ കിട്ടിയിരിക്കുന്ന ഈ വിസ്ഡം ഒരു എന്റെ ടീനേജിലൊക്കെ കിട്ടിയിരുന്നെങ്കിൽ മൈ ലൈഫ് വുഡ് ഹാവ് ബീൻ സംതിങ് ഡിഫറെന്റ്, എന്റെ ജീവിതം മറ്റു ചിലതൊക്കെ ആയിരുന്നു. അതായത് കഴിഞ്ഞു പോയ ചില നാളുകളെ കുറിച്ച്, കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ ചെയ്തു പോയ ചില തെറ്റുകളെ കുറിച്ച് നമ്മുടെ ഇഗ്നോറൻസിൽ, ഹല്ലേലൂയ, നമ്മുടേതായിട്ടുള്ള ലേസിനെസ്സിൽ, ഒരു പക്ഷേ നമ്മുടെ മടി കൊണ്ട് നമുക്ക് നഷ്ടപ്പെട്ടു പോയതിനെ കുറിച്ചുള്ള അതിലൊരു നഷ്ടബോധം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഇതേ നഷ്ടബോധമാണ് അനേകർക്ക് ദൈവസന്നിധിയിൽ ഉണ്ടാകാൻ പോകുന്നത് കർത്താവിനെ കാണുമ്പോൾ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഈ ഭൂമിയിലെ ഒരല്പം കൂടെ ചിന്തിച്ചിരുന്നു എങ്കിൽ, ഹല്ലേലൂയ, ഓ കർത്താവേ, ഞങ്ങൾ എവിടെയാകുമായിരുന്നു? പ്രൈസ് ദി ലോർഡ്. ഈ ശ്രേഷ്ഠതയില്, ഈ ദൈവസിംഹാസനത്തിന്റെ അടുക്കല്, അല്ലെങ്കിൽ ഈ ദൈവിക സാമീപ്യത്തില് ഞങ്ങൾ എത്രമാത്രം, ഹല്ലേലൂയ, ആയിത്തീരുമായിരുന്നു. എന്നെ കേൾക്കുന്ന ദൈവപൈതലേ, ഈ ഭൂമിയിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന സമയം കൊണ്ട് നമുക്ക് കർത്താവിനെ കുറിച്ച് എത്രമാത്രം നേടുവാൻ കഴിയുമോ, എത്രമാത്രം, പ്രൈസ് ദി ലോർഡ്, അവന്റെ വാക്കുകളെ, അവന്റെ ആഗ്രഹങ്ങളെ നമ്മുടെ ജീവിതത്തിൽ ചെയ്തു തീർക്കുവാൻ കഴിയുമോ, അത്രമാത്രം അത് ശ്രേഷ്ഠത. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, സകല ജ്ഞാനത്തോടും കൂടെ ഞങ്ങൾ ഏത് മനുഷ്യനെയും ഉപദേശിക്കുകയാണ്, പ്രബോധിപ്പിക്കുകയാണ്. കാരണം എന്താണെന്നറിയാമോ? അവരെ ക്രിസ്തുവിൽ തികഞ്ഞവരാക്കുവാൻ. പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ രാത്രി കർത്താവ് എന്നെ വിളിച്ചിരിക്കുന്ന വിളിയും അത് തന്നെയാണ്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. സ്തോത്രം. ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, പ്രൈസ് ദി ലോർഡ്, നമ്മൾ നമ്മുടേതായിട്ടുള്ളത്, ഹല്ലേലൂയ, നമ്മൾ നമ്മുടെ ജീവിതങ്ങളെ കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുമ്പോൾ, നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവിതങ്ങളെ കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുമ്പോൾ, നമ്മൾ നമ്മളുടെ ഭാവിയെ കുറിച്ച് നിശ്ചയിക്കുവാൻ ശ്രമിക്കുമ്പോൾ പലപ്പോഴും, ഹല്ലേലൂയ, നമ്മൾ ആഗ്രഹിക്കുന്നതിന് വിപരീതമായിട്ടുള്ള ഫലങ്ങളാണ് ഉണ്ടാകാറുള്ളത്. കാരണം എന്തെന്ന് ചോദിച്ചാൽ, അടുത്ത നിമിഷം സംഭവിക്കുവാനുള്ളത് നമ്മൾ അറിയുന്നില്ല. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ തീരുമാനങ്ങൾ, നമ്മുടെ ചിന്തകൾ, നമ്മൾ തീരുമാനിച്ച് പ്ലാൻ ചെയ്ത് വെക്കുന്ന പദ്ധതികളൊക്കെയും, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഡാർക്ക്നെസ്സിലാണ് ചെയ്യുന്നത്. ഹല്ലേലൂയ. നമുക്കൊരു ഉറപ്പുമില്ല, ദിസ് ഓൾ വിൽ കം ടു പാസ്. ഇതൊക്കെയും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമെന്നുള്ളത് ഉറപ്പില്ല. എന്നാൽ ദൈവ കരങ്ങളെ നമ്മൾ ഏൽപ്പിക്കുമ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത് അറിയുമോ? വി ബിക്കം കെയർ ഫ്രീ. ഹല്ലേലൂയ. നമ്മൾ വളരെ സ്വതന്ത്രരായിട്ട് തീരുകയാണ്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ഒരു ആകുല ചിന്തയുമില്ല. കാരണം എന്നെ കരുതുന്ന ഒരു അപ്പനുണ്ട്. ഹല്ലേലൂയ. നമുക്കറിയാം, നമ്മുടെ മക്കളൊക്കെ സ്കൂളുകളിൽ നിന്ന് വന്നിട്ട് നമ്മളോട് പറയാറുണ്ട്, പപ്പ അല്ലെ മമ്മി, നാളെ എനിക്ക് ഇന്നത് സ്കൂളിൽ കൊണ്ടുപോകാൻ വേണം. അത് അവർ പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ റെസ്പോൺസിബിലിറ്റി തീർന്നു, അവർ ഫ്രീ ആയി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇതുപോലെയാണ് ദൈവ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ദൈവം, ഹല്ലേലൂയ, he knows things till the eternity. നിത്യത വരെയും നമ്മളെ കുറിച്ച് അറിയുന്നവനാ ദൈവം. ഇന്നേക്ക് അല്ലെങ്കിൽ ഒരു വർഷം കഴിഞ്ഞ് നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയായിരിക്കുമെന്നും 10 വർഷം കഴിഞ്ഞ് നമ്മൾ എവിടെയായിരിക്കുമെന്നും ഈ ഓരോ ദിവസങ്ങളും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുവാനിരിക്കുന്ന സകല സംഭവങ്ങളും മുന്നമേ അറിയുന്ന ദൈവത്തിന്റെ കരങ്ങളിൽ എന്റെ ജീവിതം ഏൽപ്പിച്ചു കൊടുത്താൽ അതിനപ്പുറം സുരക്ഷിതത്വം എന്തുണ്ട്? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ എങ്ങനെ പോകണം, ഞാൻ ഏതൊക്കെ ഒഴിഞ്ഞു പോകണം, ഞാൻ എവിടെയൊന്നും പോകരുത്, ഇതൊക്കെ കർത്താവ് നമ്മളോട് കൽപ്പിച്ചു തരും, കർത്താവ് നമ്മളെ അറിയിച്ചു തരും. നമ്മുടെ ലൈഫ് എത്ര സേഫ് ആണെന്ന് അറിയാമോ? ഞാൻ ഇങ്ങനൊരു കഥ കേട്ടിട്ടുണ്ട് ചെറുപ്പത്തിൽ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നാട്ടിൽ നമുക്കറിയാം, കടത്ത് ഉള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. പ്രത്യേകിച്ച് ആലപ്പുഴയൊക്കെ നമുക്കറിയാം കടത്ത് വള്ളങ്ങളുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ കടത്ത് വള്ളം എന്ന് പറയുമ്പോൾ, ഹല്ലേലൂയ, നമുക്കറിയാം അത് മനുഷ്യനെ ഒരു കരയിൽ നിന്ന് മറ്റേ കരയിൽ എത്തിക്കുന്ന കടത്ത് വള്ളങ്ങള്. ഈ ബസ്സുകളൊന്നും ഇല്ലാത്തത്, അല്ലെങ്കിൽ ഒരുപാട് കറങ്ങി ഓടേണ്ടിടത്ത് ഈ കടത്ത് വള്ളം വലിയ സർവീസാണ് ചെയ്യുന്നത്. കാരണം കട്ട് ക്രോസ് ചെയ്തിട്ട് അവിടെ നിന്ന് ഇപ്പുറത്തെ ആൾക്കാരെ ആക്കും. നിങ്ങൾക്കറിയാമോ കടത്തുവള്ളം എന്തുവാണെന്ന്? ഇറ്റ്സ് ലൈക്ക് ഇറ്റ് ഇസ് കോൾഡ് കെനോ, അല്ലെങ്കിൽ ഇറ്റ്സ് എ സ്മോൾ ബോട്ട്. ഇറ്റ്സ് എ സ്മോൾ സോർട്ട് ഓഫ് ബോട്ട് which is not run by motor, which is not run by any fuel. It's manually പാഡിൽ ചെയ്തത്. നമ്മുടെ പാഡിൽ വെച്ച് വെച്ചിട്ട് തുഴഞ്ഞു കൊണ്ടുപോകുന്ന അതാണ് ഞാൻ ഈ പറയുന്ന ബോട്ട്. ഹല്ലേലൂയ. അങ്ങനെ ഒരു ബോട്ട് ഒരു സ്ഥലത്തുണ്ടായിരുന്നു. അപ്പൊ ഈ കടത്തുകാരനുണ്ടല്ലോ, ഈ വള്ളക്കാരൻ, ഈ ബോട്ട് ഓടിക്കുന്നയാള്, ഈ തുഴയുന്ന പാഡിലർ, അയാൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ എന്നും ആൾക്കാരെ അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും കൊണ്ടുവരും. അങ്ങനെ ഒരു ദിവസം ഒരുപാട് ട്രിപ്പ് ഇങ്ങനെ അടിക്കും. പ്രൈസ് ഗോഡ്. അവസാനം ഏറ്റവും ഒടുവിലത്തെ ട്രിപ്പ് ആകുമ്പോൾ ഈ മനുഷ്യൻ എന്ത് ചെയ്യുമെന്നറിയാമോ? ഇപ്പുറത്ത് വന്നിട്ട് കുറച്ച് മദ്യമൊക്കെ കഴിച്ചിട്ട് രാത്രി ഒന്ന് വിശ്രമിച്ചിട്ട് അയാൾ തിരിച്ചിങ്ങനെ
അയാളുടെ വീട്ടിലേക്ക് അപ്പുറത്തേക്ക് ഇറക്കി പോകും. പ്രൈസ് ഗോഡ്. ഒരു ദിവസം എന്ത് പറ്റുന്നറിയാമോ, ഈ മനുഷ്യൻ സന്ധ്യയൊക്കെ കഴിഞ്ഞിട്ട് ഇതുപോലെ പതിവ് പോലെ കുടിച്ചിട്ട് വന്നിട്ട് പിന്നെ പുള്ളി ഒന്ന് റിലാക്സ് ആയിട്ട് വന്നിട്ട് വള്ളത്തെ കയറിയിട്ട് വള്ളം തുഴയുക. He started moving off the boat. Hallelujah. ഇങ്ങനെ വള്ളം തുഴഞ്ഞുകൊണ്ടിരിക്കുക. Praise God. He was paddling the canoe. Hallelujah. Paddling the small boat. Hallelujah. മാത്രം ഇങ്ങനെ തൊഴിഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണ്. Praise God. ഇത് കണ്ടുകൊണ്ട് ഒരാൾ വന്ന് ചോദിക്കുക, അയ്യോ പിന്നെ പേര് പറഞ്ഞിട്ട് അയാളുടെ പേര് വിളിച്ചിട്ട് ചോദിച്ചു, നിങ്ങൾ എന്തുവായി കാണിക്കുന്നത്? അപ്പൊ അയാൾ പറഞ്ഞു, ഞാൻ അക്കരയ്ക്ക് പോവാ. പക്ഷെ അദ്ദേഹം എന്ത് ചെയ്യുന്നറിയാമോ, വെള്ളം അടിച്ചിട്ട് അല്ലെങ്കിൽ മദ്യപിച്ചിട്ട് മതോന്മത്തനായിരുന്ന മനുഷ്യന് അയാളുടെ സ്വയബോധം നഷ്ടപ്പെട്ടിട്ട് ഈ വള്ളം അവിടെ കെട്ടിയിട്ടിരിക്കുകയായിരുന്നു ഒരു പോസ്റ്റേല്. ആ വള്ളത്തിൻ്റെതായിട്ടുള്ള റോപ്പ് ഡിറ്റാച്ച് ചെയ്യുവാൻ കൊണ്ട് അയാൾ മറന്നുപോയി. Praise the Lord. He was so drunk that he lost his senses, that he couldn't lose that rope which was tied to the post over there. Praise the Lord. അയാൾ കിടന്ന് തുഴഞ്ഞുകൊണ്ടിരിക്കുക. പക്ഷെ വെള്ളം പോകുന്നുണ്ടോ? വള്ളം അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്നുണ്ട്. പക്ഷേ അവിടെ നിന്ന് വിട്ടുപോകുന്നില്ല. കാരണം there was a rope which was connected to the post there. Praise the Lord. He forgot to untie it. Praise the Lord. ഇന്നത്തെ രാത്രി എന്നെ കേൾക്കുന്ന ദൈവവേദനയെ നമ്മുടെ പലരുടെയും ജീവിതം ഇങ്ങനെ തുഴഞ്ഞുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. 2 വർഷം മുമ്പ് എവിടെയായിരുന്നുവോ അവിടെ തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. മൂവ്മെന്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, അങ്ങനെ ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ അക്കരയിൽ എത്തുന്നില്ല. പ്രൈസ് ഗോഡ്. സമാധാനം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നിടത്ത് സമാധാനം കിട്ടുന്നില്ല. സന്തോഷം കിട്ടണമെന്ന് പറഞ്ഞാൽ തുഴഞ്ഞുകൊണ്ടിരിക്കുന്നത്, പക്ഷെ സന്തോഷം കിട്ടുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്റെ ഹൃദയത്തിലെ ഭാരം ഒന്ന് മാറണമെന്നും പറഞ്ഞാൽ തുഴഞ്ഞുകൊണ്ടിരിക്കുന്നത്, പക്ഷേ ഹൃദയത്തിന്റെ ഭാരം മാറുന്നില്ല. വർഷങ്ങളായി തുഴഞ്ഞുകൊണ്ടിരിക്കുക, ബോട്ട് നീങ്ങുന്നില്ല. എന്നെ കേൾക്കുന്ന ദൈവവൈദ്യരെ, ആ റോപ്പ് ഉണ്ടല്ലോ, ലോകത്തോട് കെട്ടിയിരിക്കുന്ന റോപ്പ് അഴിക്കാൻ നീയും ഞാനും മറന്നുപോയിരിക്കുക. കാരണം എന്നറിയാമോ, നീയും ഞാനും മദ്യപിച്ചിരിക്കുക. കാരണം ദൈവവചനം പറയുന്നു എങ്ങനെയാണെന്നറിയാമോ, ലൂക്കോസിന്റെ സുവിശേഷം 21 അധ്യായം 34 വാക്യത്തിൽ പറയുന്നു, let not your heart be weighted down with drunkenness and chaos of this life. Praise the Lord. Your heart shouldn't be, നിങ്ങളുടെ ഹൃദയം അതിഭക്ഷണത്താലും മദ്യപാനത്താലും ഉപജീവന ചിന്തകളാലും ഭാരപ്പെടരുതെന്ന. ഹൃദയം മദ്യപിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആ മദ്യപാനം ഫിസിക്കൽ ഡ്രിങ്ക് അല്ല, ഇറ്റ്സ് എ സ്പിരിച്വൽ ഡ്രിങ്ക്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വെയ്റ്റഡ് ഡൗൺ വിത്ത് ഡ്രങ്കൺനെസ്. ഹല്ലേലൂയ. എന്റെയും നിന്റെയും ഹൃദയം ഈ ലോകത്തിലുള്ളതിനെ കുറിച്ച് ചിന്തിച്ച് ആവലാതിപ്പെട്ട് ഡ്രങ്കായി കഴിയുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, മദ്യത്തിന്റെ അനുഭവത്തില് നമ്മുടെ സ്വയബോധം നഷ്ടപ്പെട്ട് അനേക വാകുല ചിന്തകളില്, അനേക ഭാരങ്ങളില്, അനേക ആവലാതികളില് നിങ്ങൾ ഇങ്ങനെ ഹൃദയത്തിൽ ഭാരപ്പെടുമ്പോൾ ഈ ലോകത്തിലേക്കുള്ള നമ്മുടെ കെട്ടഴിക്കുവാൻ, ഈ ലോകത്തിൽ നിന്ന് ഡിറ്റാച്ചഡ് ആവുവാൻ ഞാനും നിങ്ങൾ മറന്നു പോകുന്നു. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് ഈ തൊഴിഞ്ഞിട്ടും ഈ ബോട്ട് അങ്ങോട്ട് നീങ്ങാത്തത്. എത്രമാത്രം ബുദ്ധിമുട്ടിയിട്ടും ഈ വള്ളം അങ്ങോട്ട് നീങ്ങുന്നില്ല. എന്നെ കേൾക്കുന്ന ദൈവവേദനയെ, ഈ അനുഭവത്തിൽ ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? എത്രയോ നാളുകളായി ഒരല്പ സമാധാനം അനുഭവിക്കണമെന്ന് ആഗ്രഹിക്കുന്നു, ഒരു സന്തോഷം അനുഭവിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. ദൈവവചനത്തിൽ പറയുന്നുണ്ട് 24 മണിക്കൂറും എനിക്ക് നിങ്ങൾക്കും സന്തോഷം അനുഭവിക്കാമെന്ന്. ഈ ദൈവവചനം എത്രയോ വർഷങ്ങളായി കേൾക്കുന്നു. 24 മണിക്കൂർ പോകട്ടെ, 2 മണിക്കൂർ ഒന്നിച്ച് സമാധാനം അനുഭവിക്കുവാൻ കഴിയുന്നില്ല. അങ്ങനെ ആരെങ്കിലും ഇവിടെ ഇന്ന് ഭാരപ്പെടുത്തോണ്ടിരിക്കുന്നെങ്കിൽ ഇന്നത്തെ രാത്രിയിലെ തിരുവചനം നിന്നെ സ്വതന്ത്രമാക്കുന്ന വചനമായി തീരട്ടെ. പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ രാത്രിയിലെ വചനം നിന്റെ ഹൃദയത്തിന്റെ ഉള്ളിലേക്ക്, പ്രിയ സഹോദരൻ പറഞ്ഞതുപോലെ, നിന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഒരു വെളിപ്പാട് തരട്ടെ, ഒരു റെവലേഷൻ തരട്ടെ. അത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് നീ പറയണം, yes I got it. Praise the Lord. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വലിയ പ്രവൃത്തിയെ ഇന്നത്തെ രാത്രി എന്റെയും നിന്റെയും ഹൃദയത്തിൽ ചെയ്യട്ടെ. ഹല്ലേലൂയ. ദൈവ പൈതലേ, ഹല്ലേലൂയ. കർത്താവിന് നമ്മളെ കുറിച്ചുള്ള പദ്ധതികൾ വളരെ ശ്രേഷ്ഠമാണ്. നീ ഞാനും ഭാരത്തോടെ ഈ ഭൂമിയിൽ ദിവസങ്ങൾ എണ്ണി നീക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ ആരെങ്കിലും മക്കൾ ഇങ്ങനെ പറയാന്ന് വെച്ചോ, എന്തുകൊണ്ട് മോനെ എന്ന് ചോദിക്കുമ്പോൾ ഓരോ ദിവസങ്ങളും തള്ളി നീക്കുന്നെന്ന് അവർ പറഞ്ഞാല് എത്ര വേദനയായിരിക്കും നമ്മുടെ ഹൃദയത്തിലുള്ളത്. അവർ തള്ളി നീക്കാനല്ല നമ്മൾ അവരെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. They should enjoy their life. Praise the Lord. നീയും ഞാനും ഈ ലോകത്തിലെ ജീവിതങ്ങൾ ഓരോ ദിവസം തള്ളി നീക്കാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. തള്ളി നീക്കുക ഇറ്റ്സ് എ സ്ട്രഗിൾ. ഹല്ലേലൂയ. അത് കഷ്ടതയാണ്. ഓരോ ദിവസവും ഇന്നത്തെ ദിവസം ഇറ്റ് ഈസ് ടു മച്ച്. ഹല്ലേലൂയ. ആ ഭാരത്തോടെയാണോ നീ പ്രഭാതത്തിൽ എഴുന്നേൽക്കുന്നത്? അല്ല, യുവർ ലൈഫ് വിൽ ബി ഡിഫറെന്റ് ഫ്രം നൗ ഓൺ. ഹല്ലേലൂയ. നിന്റെ ജീവിതം ഇന്നു മുതൽ മാറ്റമുള്ളതായിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഭാരത്തോടെ ജീവിതത്തെ നേരിടുവാനല്ല ദൈവം നിന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. പ്രൈസ് ഗോഡ്. ദൈവത്തിന് എന്നെ കുറിച്ചും നിന്നെ കുറിച്ചും വലിയ പദ്ധതികളുണ്ട്. ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ആയിത്തീരുന്നതെന്ന് അറിയാമോ? പ്രൈസ് ഗോഡ്.
ഇന്നത്തെ രാത്രി കർത്താവ് തന്ന ഒരു വചനഭാഗത്തിലേക്ക് ഞാൻ വരാൻ ആഗ്രഹിക്കുക. എന്തുകൊണ്ടാണ് ഇന്ന് ഹല്ലേലൂയ നമ്മൾ ഇങ്ങനെ ആയിത്തീരുന്നത്? നമ്മൾ ആരും ജനിച്ചപ്പോൾ ഇങ്ങനെ ആയിരുന്നില്ല. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഹല്ലേലൂയ കാലക്രമത്തിൽ നമ്മളിൽ പലരും ഇങ്ങനെ ആയിപ്പോയി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതിന്റെ കാരണം എന്താണെന്ന് ഇന്നത്തെ രാത്രി നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. പ്രൈസ് ദി ലോർഡ്. 135 സങ്കീർത്തനത്തിലും ഹല്ലേലൂയ 115 സങ്കീർത്തനത്തിലും 135:18 115 സങ്കീർത്തനത്തിന്റെ 8 വാക്യമൊക്കെ പറയുന്നത് അറിയാമോ? ഹല്ലേലൂയ. അവയിൽ ആശ്രയിക്കുന്നതൊക്കെയും അവരെ പോലെയാകുന്നു. അവയിൽ ആശ്രയിക്കുന്നവരൊക്കെയും അവയെ പോലെയാകുന്നു. അവിടെ പറയുന്നത് എന്തറിയാമോ? ജാതികളുടെ വിഗ്രഹങ്ങളെ കുറിച്ചാണ്. പ്രൈസ് ദി ലോർഡ്. ജാതികളുടെ ദേവന്മാരെ കുറിച്ചാണ്. ഹല്ലേലൂയ. ജാതികളുടെ വിഗ്രഹങ്ങൾ ഹല്ലേലൂയ പൊന്നും വെള്ളിയും മനുഷ്യരുടെ കൈവേലയും ആകുന്നവയ്ക്ക് വായുണ്ടെങ്കിലും സംസാരിക്കുന്നില്ല, ചെവിയുണ്ടെങ്കിലും കേൾക്കുന്നില്ല, കണ്ണുണ്ടെങ്കിലും കാണുന്നില്ല, വായുണ്ടെങ്കിൽ ഹല്ലേലൂയ പിന്നെ മൂക്കുണ്ടെങ്കിലും അവർ ശ്വസിക്കുന്നില്ല. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പറയുന്നു അവയെ ഉണ്ടാക്കുന്നവൻ അവയെ പോലെയാകുന്നു, അവയെ ആശ്രയിക്കുന്ന ഏവരും അങ്ങനെ തന്നെ. അതിന്റെ പാരഫ്രൈസിങ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ we become like the God we worship. Praise the Lord. നമ്മളെ ഹല്ലേലൂയ ഏത് ദൈവത്തെ ആരാധിക്കുന്നുവോ, എങ്ങനെയുള്ള ദൈവത്തെ ആരാധിക്കുന്നുവോ അതുപോലെ നമ്മളുമായി തീരും. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ലോകത്തെ ആരാധിക്കുന്നുവെങ്കിൽ ലോകത്തെ പോലെ ആയിത്തീരും. പണത്തെ ആരാധിക്കുന്നവനാണെങ്കിൽ പണത്തിന്റെ പ്രവൃത്തികളായിരിക്കും നമ്മൾ നടക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ we become like the God we worship. Praise the Lord. We become like the God we worship. Hallelujah. ഞാൻ ആദ്യം നിങ്ങളോട് പറഞ്ഞല്ലോ, hallelujah, man was created to worship God. Hallelujah. മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് ദൈവത്തെ ആരാധിക്കാൻ വേണ്ടിയാ. He wanted man to have in fellowship with him. Praise the Lord. Every day, എല്ലാ ദിവസവും ദൈവത്തോട് കൂടെ മനുഷ്യൻ നടക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഇന്നത്തെ രാത്രി ഞാൻ ഒരു ചെറിയ ചോദ്യം നിങ്ങളോട് ചോദിക്കട്ടെ. ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്താ? Praise God. ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്താ? What's the best thing we can offer to God? Hallelujah. In return of all those wonderful things, spiritual and physical blessings He has poured on to us, in return, what God expects us to give Him? Praise the Lord. Worship. എന്താ? Worship. ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, we become like the God we worship. അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ രാത്രി ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞല്ലോ, ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്ന അനേക കാര്യങ്ങൾ നമുക്ക് ലഭിക്കാൻ കഴിയാത്തതിന്റെ കാരണം, നമ്മൾ ഇങ്ങനെയായി പോയതിന്റെ കാരണം, it could be because of our worship. It could be because of our wrong worship. ഇന്നത്തെ രാത്രി നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം. Are we doing the right thing? Or have we doing the right thing? Have we been doing the right thing? നമ്മൾ ശരിയായ രീതിയിലായിരുന്നുവോ ഇത്രയും നാൾ ചെയ്തത്? പ്രൈസ് ദി ലോർഡ്. ശരിയായ രീതിയിലായിരുന്നുവോ പ്രൈസ് ദി ലോർഡ് ഇത്രയും നാൾ വർഷിപ്പ് ചെയ്തത്? പ്രൈസ് ഗോഡ്. ദൈവവചനത്തിന് പ്രമാണങ്ങളുണ്ട്, വ്യവസ്ഥകളുണ്ട്. ആ വ്യവസ്ഥകളിലും ആ പ്രമാണങ്ങളിലും നമ്മൾ ഏൽപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ദൈവം ഒരിക്കലും പ്രൈസ് ദി ലോർഡ് അസത്യം ചെയ്യുന്നവനല്ല. നമ്മൾ പറഞ്ഞെന്ന് വെച്ചോ ഞങ്ങൾ ചെയ്യാനൊക്കെ ഉള്ളതെല്ലാം ചെയ്യുന്നുണ്ട്, ഇനി ദൈവത്തിന്റെ കയ്യിലാണ്. അതിനർത്ഥം എന്തോ അറിയാമോ? ഞങ്ങളെല്ലാവരും പെർഫെക്റ്റാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞങ്ങളെല്ലാവരും പെർഫെക്റ്റാ. പ്രൈസ് ലോർഡ്. ദൈവം പെർഫെക്റ്റ് ആണെന്ന് അറിയില്ല. യു നോ ദാറ്റ്? പ്രൈസ് ദി ലോർഡ്. നമ്മൾ പറയാന്ന് വെച്ചോ ഞങ്ങൾ ചെയ്യാനൊക്കെ ഉള്ളതെല്ലാം ചെയ്തു, പക്ഷെ ഇനിയിപ്പോ ദൈവത്തിന്റെ കയ്യിൽ. അതിന്റെ അർത്ഥം എന്തോന്ന് അറിയാമോ? ചിലപ്പോൾ ദൈവം കാലുമാറിയെങ്കിൽ എന്തോന്ന് അറിയത്തില്ല, ഞാൻ ചെയ്യാനുള്ളതൊക്കെ ചെയ്തു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആറ്റിറ്റ്യൂഡാണ് ഇന്നത്തെ രാത്രി. ഹല്ലേലൂയ. ഞാൻ ചെയ്തത് ദൈവവചനപ്രകാരമാണെങ്കിൽ, ഞാൻ ജീവിക്കുന്നവൻ നിങ്ങളുടെ ഹിതപ്രകാരമാണെങ്കിൽ 100% ഉറപ്പാണ് അവൻ വിശ്വസ്തനാണ്. Whatever he promised, he will do it. ഇതുവരെ നമ്മുടെ ജീവിതത്തിൽ അത് ചെയ്തിട്ടില്ലെങ്കിൽ അതിന്റെ അർത്ഥം നമ്മൾ ചെയ്തിട്ടുള്ള പലതും റോങ്. ഹല്ലേലൂയ. ഇന്നത്തെ രാത്രി ചില വലിയ കാര്യങ്ങളെ കുറിച്ച് ചെറിയ വാക്കുകളിൽ കേൾക്കുവാൻ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. ഇന്നത്തെ രാത്രി as I am speaking to you the word of God, it will do its mighty work in your heart and in my heart as well. Praise the Lord. കർത്താവ് ചില profound revelations, വലിയ സത്യങ്ങളെ, വലിയ രഹസ്യങ്ങളെ വെളിപ്പെടുത്തിയിരിക്കുന്നത് ചെറിയ കാര്യങ്ങളിലൂടെ. ഹല്ലേലൂയ. നമ്മളൊന്നും പ്രതീക്ഷിക്കാത്ത വഴികളാണ് ദൈവത്തിന്റെ വഴികൾ. ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞു, ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ എന്റെ വഴികൾ നിങ്ങളുടെ വഴികളിൽ മീതെയാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ചിന്തിക്കുന്നത് പോലൊന്നുമല്ല. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ ഒരു മനോഹരമായ സംഭവം അവരുടെ ദൈവവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ എന്താണെന്ന് അറിയാമോ? കർത്താവ് ഹല്ലേലൂയ ശമരിയ പട്ടണത്തില് ഒരു സ്ത്രീയുമായിട്ട് നിന്ന് സംസാരിക്കുന്ന ഒരു ഭാഗം അവിടെയുണ്ട്. പ്രൈസ് ഗോഡ്. 4-ാം അധ്യായത്തില്
23, 24 വാക്യങ്ങൾ വായിച്ചാൽ കർത്താവ് അവിടെ ചില വലിയ റെവലേഷൻസ് പറയുന്നുണ്ട്. അതുവരെ ആരോടും ദൈവം സംസാരിക്കാത്ത വലിയ ചില രഹസ്യങ്ങളെ കർത്താവ് അവിടെ ഒരു സ്ത്രീയോട് വെളിപ്പെടുത്തുന്നു. ആ സ്ത്രീ ആരാധനയാമോ? ഷീ വാസ് ഹാവിംഗ് എ ലോ റെപ്യൂട്ടേഷൻ ഇൻ ദ കമ്മ്യൂണിറ്റി. ആ സമൂഹത്തിലെ വളരെ പേര് നഷ്ടപ്പെട്ട ആരും ആഗ്രഹിക്കാത്ത അല്ലെങ്കിൽ ആരും അവരുടെ പേരെടുക്കുവാൻ ചിന്തിക്കാത്തവണ്ണം ലോ കാറ്റഗറിയിലുള്ള ലോ ക്ലാസ്സിലുള്ള ലോ റെപ്യൂട്ടേഷനുള്ള ഒരു സ്ത്രീയോടാണ് യേശു വലിയ കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുന്നത്. യേശു അവളോട് സംസാരിക്കുന്ന ആരാധനയെ കുറിച്ചാണ്. എന്നാൽ നിങ്ങൾക്കറിയാമോ, 3-ാം അധ്യായം ഉണ്ടല്ലോ, അതായത് ഈ 4-ാം അധ്യായമാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. അതിനു മുമ്പിലുള്ള 3-ാം അധ്യായത്തിൽ ഒരു വലിയ ശ്രേഷ്ഠനായ ഒരു മനുഷ്യൻ ദൈവത്തിന്റെ അടുത്ത് വന്നു, നിക്കോദിമോസ്. നിക്കോദിമോസ് കർത്താവിന്റെ അടുത്ത് വന്നിട്ട് ചില കാര്യങ്ങളെ ചോദിച്ചപ്പോൾ കർത്താവ് അവനോട് പറഞ്ഞു, നീ വീണ്ടും ജനിച്ചില്ലെങ്കിൽ സ്വർഗ്ഗരാജ്യത്തിൽ പോകത്തില്ല. നോക്കിയേ, ലോകം പറഞ്ഞു നിക്കോദിമോസ് എന്ന് പറയുന്നത് ഏറ്റവും വലിയ ന്യായപ്രമാണിയാണ്. ഹി വാസ് എ സ്കോളർ ആൻഡ് ഹി വാസ് എ ലോയർ. ആരും സ്വർഗത്തിൽ പോയില്ലെങ്കിൽ അവൻ പോകും. കാരണം എന്താ അറിയാമോ? ദൈവവചനം ന്യായപ്രമാണം മറ്റുള്ളവരെ പഠിപ്പിക്കുന്നവനാണ്. അവനോട് യേശു പറഞ്ഞു, നീ വീണ്ടും ജനിക്കണം. എന്നാൽ ഇവിടെ നോക്കിക്കേ, നിത്യ നരകത്തിലേക്ക് പോകുമെന്ന് പറഞ്ഞ വേശ്യയായി മുദ്ര കുത്തി 5 ഭർത്താക്കന്മാരാൽ ഡൈവോഴ്സ് ചെയ്യപ്പെട്ട് ഇപ്പൊ കൂടെ ആരോ താമസിക്കുന്നത് ആ പുരുഷനെ വിവാഹം കഴിച്ചിട്ടില്ല. അപ്പൊ നമുക്ക് അങ്ങനെയുള്ളവരെ എങ്ങനെയാ വിളിക്കാമെന്ന് നമുക്കറിയാം. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഒരു സ്ത്രീയുടെ അടുത്ത് കർത്താവ് നീ വീണ്ടും ജനിക്കണമെന്നല്ല പറഞ്ഞത്. കർത്താവ് അവളോട് പറയുന്നത് ദ മോസ്റ്റ് പ്രൊഫൗണ്ട് സ്റ്റേറ്റ്മെന്റ് ആണ്. ആരാധനയെ കുറിച്ച് അവളോട് സംസാരിക്കുന്നത്. ഇന്നത്തെ രാത്രി കർത്താവിന്റെ വഴികൾ ഇറ്റ്സ് അമേസിംഗ് വഴി. ഹല്ലേലൂയ, അമേസിംഗ് വേസ്. ഇന്നത്തെ രാത്രി നീയും ഞാനും ചിന്തിക്കുകയെന്ന് വെച്ചോ, എനിക്ക് ഇതിനൊന്നും യോഗ്യതയില്ല, ഇതൊക്കെ വലിയ വലിയ ആൾക്കാർക്ക് വേണ്ടിയുള്ളതാ, അല്ലെങ്കിൽ വലിയ വലിയ വിദ്യാഭ്യാസം ഉള്ളവർക്കുള്ളതാണ്, വലിയ വലിയ പ്രാർത്ഥനക്കാർക്കുള്ളതാണ്. കർത്താവിന്റെ സന്നിധിയിൽ അങ്ങനെയൊന്നുമില്ല. കർത്താവിന്റെ സന്നിധിയുടെ ഹൃദയം തുറന്നതാണെങ്കിൽ, കർത്താവിന്റെ സന്നിധിയുടെ ഹൃദയം നേരുള്ളതാണെങ്കിൽ നീ അമേസിംഗ് കാര്യങ്ങൾ കേൾക്കും. ഇവിടെ ഇരിക്കുന്ന ആർക്കും മനസ്സിലായില്ലെങ്കിലും നിനക്ക് മനസ്സിലാകുവാൻ ദൈവത്തിന്റെ കൃപ തരും. അവിടുത്തെ വാക്യം 16 ആ വാക്യങ്ങളൊന്ന് 16 മുതലുള്ള വാക്യങ്ങൾ വായിച്ചാൽ കർത്താവ് തന്നെ അവിടെ പറയുന്നുണ്ട്, നീ പറഞ്ഞത് സത്യം തന്നെ. പ്രൈസ് ദി ലോർഡ്. അവളോട് പറഞ്ഞു, നീ പോയി നിന്റെ ഭർത്താവിനെ വിളിച്ചോണ്ട് വരാൻ. അവള് പറഞ്ഞു, എനിക്ക് ഭർത്താവില്ല. അവർക്ക് വേണേ വിളിച്ചോണ്ട് വരാമായിരുന്നു അല്ലേ? കൂടെ താമസിക്കുന്ന ആളിനെ വിളിച്ചോണ്ട് വന്നിട്ട് കർത്താവിന്റെ അടുത്ത് കാണിക്കാമായിരുന്നു, ഇതാ എന്റെ ഭർത്താവ്. പക്ഷെ അവൾ അങ്ങനെ ചെയ്തോ? ഇല്ല. അവൾ ഓപ്പൺ ആയിട്ട് പറഞ്ഞു, എനിക്ക് ഭർത്താവില്ല. ഹല്ലേലൂയ. ഒന്ന് ഓർത്ത് നോക്കിക്കേ, കർത്താവ് 2 പ്രാവശ്യം പറയുന്നുണ്ട്, നീ പറഞ്ഞത് സത്യം തന്നെ. ഹല്ലേലൂയ. 51-ാം സങ്കീർത്തനം 6-ാം വാക്യത്തിൽ പറയുന്നു, അന്തർഭാഗത്തിലെ സത്യമല്ലോ നീ ഇച്ഛിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. God desires the heart in our God desires the truth in our inner beings, inner parts. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിലെ സത്യമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അവർ അത്ര ഹോണസ്റ്റോടുകൂടി യേശുവിനോട് പറഞ്ഞപ്പോഴാണ് യേശു നിക്കോദീമോസിനോട് പറയാത്ത സത്യങ്ങൾ അവളോട് പറഞ്ഞത്. അവളോട് എന്തോ യേശു പറഞ്ഞതെന്ന് അറിയാമോ? സത്യ നമസ്കാരികൾ പിതാവിനെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നുമിരിക്കുന്നു. And the Father seeks for such worshippers. അതിലെ പിതാവ് അങ്ങനെയുള്ള ആരാധകരെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. Praise the Lord. Father seeks for true worshippers. ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത് അങ്ങനെയാണ്. Praise the Lord. Hallelujah. ആത്മാവിലും സത്യത്തിലും നമസ്കാരികൾ നമസ്കരിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഇന്നത്തെ രാത്രി എന്നെ കേൾക്കുന്ന ദൈവപൈതലേ, അവിടെ വലിയ ചില സത്യങ്ങളുണ്ട്. അവിടെ എഴുതിയിരിക്കുന്ന സ്പിരിറ്റ് സ്മോൾ ലെറ്ററിലുള്ള എസ് ആണ് ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത്, ബിഗ് ലെറ്ററിലുള്ള എസ് അല്ല. Praise the Lord. നമ്മൾ ചിന്തിക്കണം, പലപ്പോഴും നമ്മൾ ആരാധന എന്ന് പറയുന്നത് ഉറക്ക പാട്ട് പാടുകയും ഉറക്ക സ്തോത്രം ചെയ്യുകയും ഉറക്ക ഹല്ലേലൂയ പറയുന്നത്. നമ്മൾ എല്ലാവരും പറയാറുണ്ട്, ഇന്നത്തെ നല്ല ആരാധനയായിരുന്നു. അല്ലെങ്കിൽ നമ്മൾ പോകുമ്പോൾ പറയും, ഇന്ന് ഞാൻ ആരാധനയ്ക്ക് പോവുക. ദൈവമക്കളുടെ പതിവ് ശൈലിയാ ഹല്ലേലൂയ സ്തോത്രം. ആ പാടുന്നതും ഹല്ലേലൂയ ഹല്ലേലൂയ പറയുന്നതും സ്തോത്രം ചെയ്യുന്നതും ആരാധന അല്ല. അതെന്തുവെന്നറിയാമോ? താങ്ക്സ് ഗിവിംഗ് ആൻഡ് പ്രൈസ് ആണ്. പ്രൈസ് ദി ലോർഡ്. അത് പ്രൈസ് ആണ്. പ്രൈസ് ദി ലോർഡ്. വർഷിപ്പ് ഈസ് സംതിങ് ഡിഫറെന്റ്. ഹല്ലേലൂയ. ഇന്നത്തെ രാത്രി നമ്മൾ ആ രഹസ്യം തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 150-ാം സങ്കീർത്തനം പറയുന്നു, യഹോവയെ സ്തുതിപ്പിൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവന്റെ മഹിമാധിക്യത്തിന് തക്കോണം അവനെ സ്തുതിപ്പിൻ. ആകാശ വിധാനങ്ങളിൽ അവനെ സ്തുതിപ്പിൻ. അവന്റെ വീര്യപ്രവൃത്തികൾ നിമിത്തം അവനെ സ്തുതിപ്പിൻ. താഴേക്ക് വന്ന് 150-ാം സങ്കീർത്തനം അവസാന ഭാഗത്തിൽ പറയുന്നു, കൈത്താളങ്ങളോട്, ഉച്ചനാദമുള്ള കൈത്താളങ്ങളോടെ യഹോവയെ സ്തുതിപ്പിൻ. അത്യുച്ചനാദമുള്ള കൈത്താളങ്ങളോടെ യഹോവയെ സ്തുതിപ്പിൻ.
ജീവനുള്ളതൊക്കെയും യഹോവയെ സ്തുതിക്കട്ടെ. ഇത് പ്രൈസ് ആണ്. പ്രൈസ് ദി ലോർഡ്. അവൻ ചെയ്ത സകലത്തിനും അവന് സ്തോത്രവും സ്തുതികളും ചെയ്യുന്നത്. പ്രൈസ് ദി ലോർഡ്. അവൻ ചെയ്ത സകലത്തിനും അവന് നന്മ കൊടുക്കും. 148-ാം സങ്കീർത്തനം പറഞ്ഞത് അതിനകത്ത് സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും അതിലെ സകല ചരാചരങ്ങളും യുവാക്കളും യുവതികളും വൃദ്ധന്മാരും വൃദ്ധകളും എല്ലാവരും യഹോവയെ സ്തുതിക്കട്ടെ. അവിടെയും സ്തുതികളെ കുറിച്ചാണ് പറയുന്നത്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇത്രയും കാലം നമ്മൾ പലതും ചെയ്തിരിക്കുന്നത് കർത്താവിന് സ്തുതികളും സ്തോത്രങ്ങളും, മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സോടുകൂടി അവന്റെ പാട്ടുകൾ പാടുന്നത് തെറ്റാന്നല്ല ഞാൻ പറയുന്നത്. What I say is that is not what the worship which God desired of us. Hallelujah. ഇന്നത്തെ രാത്രി ആരാധനയുടെ ചില രഹസ്യങ്ങൾ നമ്മൾ അറിയാൻ പോകുകയാണ്. ഇത് അറിയുമ്പോൾ പലപ്പോഴും നമ്മൾ പലരും കരുതും ഇത്രയും വർഷമായിട്ട് ഞാൻ ദൈവത്തെ ആരാധിച്ചില്ലല്ലോ എന്ന്. Praise the Lord. Oh, no wonder ഇത്രയും നാൾ എനിക്ക് നിനക്കും വിടുതൽ കിട്ടിയില്ല. Praise the Lord. ഇന്നത്തെ രാത്രി എന്റെയും നിന്റെയും സ്പിരിച്വൽ ലൈഫ് മാറുന്ന ദിവസമാക്കി തീരട്ടെ. ഇന്നത്തെ രാത്രി എന്റെയും നിന്റെയും സ്പിരിച്വൽ റിലേഷൻഷിപ്പ് ഡിഫറെന്റ് ആകുന്ന മാറുന്ന ഒരു രാത്രിയായിട്ട് തീരട്ടെ. Praise the Lord. Hallelujah. കർത്താവ് ആ സ്ത്രീയോട് പറഞ്ഞത് എങ്ങനെയാണെന്നറിയാമോ? സത്യ നമസ്കാരികൾ, ട്രൂ വർഷിപ്പേഴ്സ് ഷാൽ വർഷിപ്പ് ദ ഫാദർ ഇൻ സ്പിരിറ്റ് ആൻഡ് ഇൻ ട്രൂത്ത്. Praise the Lord. നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ദൈവാത്മാവിൽ ആരാധിക്കുക. ആത്മാവിൽ ആരാധിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ മീൻ ചെയ്യുന്നത് പരിശുദ്ധാത്മാവിൽ ആരാധിക്കുക എന്നാണ്. Hallelujah. അതല്ല ഇവിടെ അർത്ഥമാക്കുന്നത്. ഇവിടെ എഴുതിയിരിക്കുന്നത് ബിഗ് എസ് അല്ല, സ്മോൾ എസ് ആണ്. That means in our spirit. Praise the Lord. നമ്മുടെ സ്പിരിറ്റ്, ഓഫ് കോഴ്സ് നമ്മളെ എനേബിൾ ചെയ്യുന്നത് ഹോളി സ്പിരിറ്റ് ആണ്. That is different. Without Holy Spirit we can do nothing. That is there. It is fundamentally that is right. Praise the Lord. പക്ഷെ നമ്മൾ ആരാധിക്കുമ്പോൾ പരിശുദ്ധാത്മാവിലല്ല ദൈവം ആരാധിക്കാൻ പറഞ്ഞത്, നമ്മളും നമ്മുടെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം. അതാണ് എഴുതിയിരിക്കുന്നത്. അതിന്റെ മീനിങ് എന്താണെന്നറിയാമോ? ഇന്ന് നിനക്ക് ആ മലയിലും ഈ മലയിലും യെരൂശലേമിലും പോകേണ്ട കാര്യമില്ല. അവിടെ ദൈവമുണ്ടെന്ന് പറഞ്ഞ് നീ അവിടെ ഓടണ്ട. നീ എവിടെയായിരിക്കുന്നുവോ അവിടെ ഇരുന്നു കൊണ്ട് നിന്റെ ആത്മാവിൽ ദൈവത്തെ ആരാധിക്കുവാൻ നിനക്ക് കഴിയും. അതായത് അർത്ഥം, നിന്റെ ആത്മാവിൽ, ഹല്ലേലൂയ, നിന്റെ ആത്മാവിന്റെ ഉള്ളിൽ നിന്ന് അവനെ ആരാധിക്കുവാൻ നിനക്ക് കഴിയും. With the help of the Holy Spirit. Praise the Lord. Spirit and in truth. Truth means the reality. Praise the Lord. ദൈവസന്നിധിയിൽ കാപട്യമുള്ളത് നിനക്ക് വേണ്ട. നിന്റെ ഹൃദയത്തിന്റെ റിയാലിറ്റിയില് ആ സ്ത്രീ യേശുവിനോടൊന്ന് പറഞ്ഞത്, എനിക്ക് ഭർത്താവില്ല. കർത്താവ് പറഞ്ഞു, നിനക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു, പക്ഷേ ഇപ്പോഴും നിന്റെ കൂടെ ഉള്ള ആൾ നിന്റെ ഭർത്താവല്ല. Praise the Lord. നീ പറഞ്ഞത് ശരി. ഹല്ലേലൂയ, സ്തോത്രം. ഇന്നത്തെ രാത്രി നിന്റെ റിയാലിറ്റിയില്, നിന്റെ യഥാർത്ഥ അവസ്ഥയില്, ഹല്ലേലൂയ, നീ മൂടുപടം ഒന്നുമില്ലാതെ, ഹല്ലേലൂയ, മറ്റൊരു മുഖം വെക്കാതെ നിന്നെ പൂർണ്ണമായി ദൈവസന്നിധിയിൽ നിന്റെ ആത്മാവിനെ വെളിപ്പെടുത്തി നീ ആയിരിക്കുന്നിടത്ത് ആരാധിക്കാൻ പറ്റും. അത് കർത്താവ് പറഞ്ഞത് ഉത്തരമായിട്ടാ, വേറൊരു ചോദ്യത്തിന് ഉത്തരമായിട്ടാണ് അത് പറഞ്ഞത്. ആ ചോദ്യം എന്താണെന്നറിയാമോ? ആ സ്ത്രീ ചോദിച്ചു, അല്ലെങ്കിൽ ഞങ്ങളുടെ പിതാക്കന്മാർ ഈ മലയിലാണ് ആരാധിക്കുന്നത്, പക്ഷെ നിങ്ങൾ പറയുന്നു, എന്ന് പറഞ്ഞാൽ യഹൂദന്മാർ പറയുന്നു യെരൂശലേമിൽ ആരാധിക്കേണ്ടതാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ കർത്താവ് പറഞ്ഞു, നിങ്ങൾ ആ മലയിലുമല്ല ഈ മലയിലുമല്ല പിതാവിനെ ആരാധിക്കുന്ന എന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന ദൈവപൈതലേ, പഴയ നിയമത്തിൽ ഒരു പ്രത്യേക സ്ഥലം ഉണ്ടായിരുന്നു ദൈവത്തെ ആരാധിക്കാൻ, യെരൂശലേം ദേവാലയം, സിനഗോഗ്. പുതിയ നിയമത്തിൽ അങ്ങനെയല്ല. പുതിയ നിയമത്തിൽ ഞാനും നിങ്ങളും ദൈവത്തിന്റെ മന്ദിരമാണ്. 1 കൊരിന്ത്യർ 3:16 പറയുന്നു, ഡോണ്ട് യു നോ ദാറ്റ് യു ആർ ദ ടെമ്പിൾ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലയോ? നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമാണെങ്കിൽ എപ്പോഴും വർഷിപ്പ്, ആരാധന ഈ മന്ദിരത്തിൽ നിന്ന് ഉയർന്നുകൊണ്ടിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ ഏതെങ്കിലും ഒരു അസംബ്ലി ഹാളിൽ ഒന്നിച്ച് കൂടുമ്പോൾ അവിടെ ഒരു ബോഡി ഓഫ് ക്രൈസ്റ്റ് ഫോം ചെയ്യുകയാണ്. പ്രൈസ് ദി ലോർഡ്. അവിടെ ഒരു ബോഡിയാണ് ഫോം ചെയ്യുന്നത്. ആ ബോഡിയുടെ മധ്യത്തിൽ കർത്താവിന്റെ മഹത്വം ഇറങ്ങി വരിക. പ്രൈസ് ദി ലോർഡ്. അവിടെ നമ്മൾ ഒന്നിച്ചിരുന്ന് ദൈവത്തെ ആരാധിക്കുക. ആ കൂടുന്ന സ്ഥലമല്ല ആരാധനാ സ്ഥലം. പ്രൈസ് ദി ലോർഡ്. റിമെമ്പർ ദാറ്റ്. ഈ മലയിലുമല്ല ആ മലയിലുമല്ല, നീ എവിടെയായിരിക്കുന്നുവോ നിനക്ക് നിന്റെ ആത്മാവിലും സത്യത്തിലും കർത്താവിനെ ആരാധിക്കാൻ പറ്റും. ഇവിടെ എനിക്ക് ഒരു കാര്യം കൂടെ നിങ്ങളെ ഓർമ്മിപ്പിക്കാനുണ്ട്. പഴയ നിയമത്തില് ആലയത്തിന് 3 വശങ്ങളുണ്ടായിരുന്നു. യെരൂശലേം ദേവാലയത്തിന് 3 ഭാഗങ്ങളുണ്ടായിരുന്നു. പ്രാകാരം, വിശുദ്ധ സ്ഥലം, അതിവിശുദ്ധ സ്ഥലം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആൾട്ടർ, ഹോളി പ്ലേസ് ആൻഡ് ദ മോസ്റ്റ് ഹോളി പ്ലേസ്. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം, മോസ്റ്റ് ഹോളി പ്ലേസില് വർഷത്തിൽ ഒരിക്കലാണ് പുരോഹിതൻ കടന്നു ചെല്ലുന്നത്. അവിടെ ആർക്കും പ്രവേശനമില്ല. പ്രൈസ് ദി ലോർഡ്. പ്രാകാരത്തിലാണ് ജനമെല്ലാം കടന്നു വന്ന് യാഗങ്ങളൊക്കെ അർപ്പിക്കേണ്ടത്. ഹല്ലേലൂയ. മോസ്റ്റ് ഹോളി പ്ലേസ് എന്ന് പറയുന്നത് ദൈവം വിളിച്ചു ചേർത്ത ലേവ്യർക്ക് മാത്രം കടക്കാവുന്നത്. മോസ്റ്റ് ഹോളി പ്ലേസ് എന്ന് പറഞ്ഞാൽ വർഷത്തിൽ ഒരിക്കൽ മാത്രം പുരോഹിതന് ജനത്തിന്റെ പാപത്തിന് വേണ്ടി കടന്നു ചെല്ലാൻ പറ്റുന്ന സ്ഥലം. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഏറ്റവും കൂടുതൽ ആരാധന നടക്കുന്നത് എവിടെയാണെന്നറിയാമോ? ദ റിയൽ വർഷിപ്പ്
ഫേസ് ടു ഫേസ് ഗോഡിനെ കാണുന്നത്, പ്രൈസ് ദി ലോർഡ്, ദൈവ മഹത്വത്തെ മുഖത്തോട് മുഖം കാണുന്നത്, ദൈവ സാന്നിധ്യത്തിൽ വസിക്കുന്നത് എവിടെയാ? പ്രാകാരത്തിലല്ല, വിശുദ്ധ സ്ഥലത്തിലല്ല, അതിവിശുദ്ധ സ്ഥലത്താണ്. അതുകൊണ്ടാണ് അവിടെ കടന്നു ചെല്ലുന്നവൻ സൂക്ഷിക്കണമെന്ന് പറയുന്നത്. അവന്റെ കാലയില് കടന്നു ചെല്ലുന്ന പുരോഹിതന്റെ കാലയിൽ ഒരു ചെയിൻ കെട്ടിയിരിക്കും അവര്. എന്തിനാണെന്നറിയാമോ? ഈ പുരോഹിതന്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പാപമുണ്ടെങ്കിൽ ദൈവ സാന്നിധ്യത്തോടെ ഇറങ്ങും പാപം മരിക്കും. പിന്നെ അവൻ ഇറങ്ങി വരാൻ പറ്റുമോ? അതുകൊണ്ട് പറഞ്ഞ കറക്റ്റ് സമയത്തിനുള്ളിൽ ആ പുരോഹിതൻ മടങ്ങി വരുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം അയാൾ മരിച്ചെന്നുള്ളതാണ്. അതുകൊണ്ടാണ് യോഹന്നാൻ സ്നാപകന്റെ ജനനത്തെ കുറിച്ചൊക്കെ യോഹന്നാൻ സ്നാപകന്റെ അപ്പന് ഹാലിലെ റെവലേഷൻ കിട്ടുന്ന സമയത്ത് നമുക്ക് ലൂക്കോസിന്റെ സുവിശേഷം ആദ്യ ഭാഗത്ത് വായിക്കുമ്പോൾ അറിയാം, കുറെ നേരം അദ്ദേഹം അകത്ത് താമസിച്ചപ്പോൾ പുറത്തുനിന്ന് ജനം ഭയപ്പെട്ടു പോയി, അദ്ദേഹം മരിച്ചുപോയോ എന്ന്. പ്രൈസ് ദി ലോർഡ്. കാരണം എന്നാണെന്നറിയാമോ? അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നീട് അവർക്കാർക്കെങ്കിലും അകത്ത് കയറാൻ പറ്റുമോ? പറ്റത്തില്ല. അവർ പിന്നെ ചെയിനെ പിടിച്ചിട്ട് കാലേ കൂടെ വലിച്ചിങ്ങെടുക്കത്തിലുള്ള ഡെഡ് ബോഡി. പ്രൈസ് ദി ലോർഡ്. അത്ര ശ്രേഷ്ഠകരമായ അവസ്ഥയാണ്, ദൈവത്തോട് ചേർന്നിരിക്കുന്ന അവസ്ഥയാണ് അതിവിശുദ്ധ സ്ഥലം. അതായത് മൂന്നാമത്തെ അവസ്ഥ, പ്രാകാരം, വിശുദ്ധ സ്ഥലം, അതിവിശുദ്ധ സ്ഥലം. നമ്മുടെ വർഷിപ്പ് എങ്ങനെയാണെന്ന് അറിയാമോ? താങ്ക്സ് ഗിവിംഗ്, പ്രൈസ് ആൻഡ് വർഷിപ്പ്. യു നോ ദാറ്റ്? താങ്ക്സ് ഗിവിംഗ്, പ്രൈസ് ആൻഡ് വർഷിപ്പ്. നമ്മളെല്ലാവരും ചെയ്യുന്നത് താങ്ക്സ് ഗിവിംഗ് നമ്മൾ ചെയ്യാറുണ്ട്, നമ്മൾ പ്രൈസ് ചെയ്യാറുണ്ട്. വർഷിപ്പിലേക്ക് നമ്മൾ വരുന്നുണ്ടോ? ഇന്നത്തെ രാത്രി വചനം കേൾക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാം. നമ്മുടെ ശരീരം എങ്ങനെയാണ് ദൈവം സൃഷ്ടിച്ചിരിക്കുന്നതെന്ന് അറിയാമോ? ഈ ആലയം ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ശരീരം ദൈവത്തിന്റെ ആലയമോ. ഇതിനുകൊണ്ട് പ്രാകാരവും വിശുദ്ധ സ്ഥലവും അതിവിശുദ്ധ സ്ഥലവും. പ്രാകാരം എന്തോ നമുക്കറിയാം. പ്രാകാരം ഇസ് ദ ബോഡി, വിശുദ്ധ സ്ഥലം എന്ന് പറയുന്നത് സോൾ, അതിവിശുദ്ധ സ്ഥലം എന്ന് പറയുന്നത് സ്പിരിറ്റ്. ആ സ്പിരിറ്റിൽ ആരാധിക്കണമെന്ന് പറയുന്നത് അതിവിശുദ്ധ സ്ഥലം. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഞാൻ ഈ പറയുന്നത്? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതിവിശുദ്ധ സ്ഥലം. ഓ, നമ്മുടെ ആത്മാവിലാണ്. ഹല്ലേലൂയ. ദൈവവുമായിട്ടുള്ള ബന്ധത്തില്, ഹോളി സ്പിരിറ്റുമായിട്ടുള്ള ബന്ധത്തില് ക്രിസ്തു വസിക്കുന്നത് നമ്മുടെ ആത്മാവിന്റെ ഉള്ളിലാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവം നമ്മളോട് ഡീൽ ചെയ്യുന്ന ഡീലിങ്സ് ഒക്കെയും നമ്മുടെ ആത്മാവിലൂടെയാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ രാത്രി ആത്മാവിലും സത്യത്തിലും കർത്താവിനെ നമുക്ക് ആരാധിക്കുവാൻ പഠിക്കാം. പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ രാത്രി നമ്മൾ അറിയണം എങ്ങനെയാണ് ആത്മാവിൽ കർത്താവിനെ ആരാധിക്കുന്നതെന്ന്. ഇത്രയും കാലം അവനെ ആരാധിച്ചിട്ടില്ലെങ്കിൽ ഇന്നത്തെ രാത്രി മുതൽ അവനെ ആരാധിക്കുവാനുള്ള കീ എന്തെന്ന്, അതിനുള്ള ചാവി എന്തെന്ന് നമ്മൾ മനസ്സിലാക്കണം. പ്രൈസ് ദി ലോർഡ്. നീ എങ്ങോട്ടും ഓടിപ്പോകേണ്ട കാര്യമില്ല. കർത്താവിനെ ആരാധിക്കുവാൻ നീ ആയിരിക്കുന്ന അവസ്ഥയില് ആത്മാവിലും സത്യത്തിലും രാത്രിയുടെ യാമങ്ങളിൽ പകലിന്റെ മൂർധന്യാവസ്ഥയില് ജോലി സ്ഥലത്ത് ഹാലിനെ മാറി നിന്ന് അതിന്റെ കാറിനകത്തിരുന്നുകൊണ്ട് നിനക്ക് അവനെ ആരാധിക്കുവാൻ കഴിയും. അവന്റെ സാന്നിധ്യത്തില്, ഓ, അതിവിശുദ്ധ സ്ഥലത്ത് അവനോട് മുഖാമുഖം, പ്രൈസ് ദി ലോർഡ്, അവന്റെ സാന്നിധ്യത്തിൽ, അവന്റെ ആത്മാവിൽ നിറഞ്ഞ് അവന്റെ ആത്മാവിനോട് ചേർന്ന് ഹല്ലേലൂയ നിനക്ക് അവനെ സ്തുതിക്കുവാൻ ഇന്നത്തെ രാത്രി ഹല്ലേലൂയ കർത്താവ് രഹസ്യങ്ങളെ നമുക്ക് വെളിപ്പെടുത്തുന്ന രാത്രിയായിട്ട് തീരട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, ഹല്ലേലൂയ, ഇത് കർത്താവ് വെളിപ്പെടുത്തിയത് ലോകം പാപിയെന്ന് മുദ്ര കുത്തിയ ഒരു സ്ത്രീക്കാണ്. ഇന്നത്തെ രാത്രി ഇത്ര വലിയ രഹസ്യം കേൾക്കാൻ എനിക്ക് യോഗ്യതയില്ലെന്ന് വിളിക്കുന്നവരാരും കരുതരുത് കേട്ടോ. പ്രൈസ് ദി ലോർഡ്. നിന്റെ യോഗ്യത, എന്റെ യോഗ്യത എന്റെ ഹൃദയത്തിന്റെ നിലവാരമാണ്. എക്സ്റ്റേണൽ യോഗ്യതകളല്ല കർത്താവിന് വേണ്ടത്. എത്ര കാലമായി ഞാൻ ക്രിസ്ത്യാനിയായിട്ട് അതല്ല, എത്ര പ്രാവശ്യം ഞാൻ ഫാസ്റ്റ് ചെയ്യുന്നു അതല്ല, എത്ര പ്രാർത്ഥനകൾ ഞാൻ അറ്റൻഡ് ചെയ്യുന്നു അതല്ല, ഈ ബൈബിളിനെ കുറിച്ച് എത്ര നോളജ് എനിക്കുണ്ട് അതൊന്നുമല്ല. നിന്റെ ഹൃദയം ഇന്നത്തെ രാത്രി ആവശ്യത്തോടെ കേൾന്ന് വെക്കും. If it is a genuine cry, Lord, I want to know the secret of worship. I want to move the air of heaven. Hallelujah. I want to move heaven with my prayer. ഇന്നത്തെ രാത്രി എന്റെ ആരാധന കൊണ്ട് സ്വർഗത്തെ എനിക്ക് ചലിപ്പിക്കണം, എന്റെ ദൈവത്തെ എനിക്ക് ചലിപ്പിക്കണം എന്നൊരാഗ്രഹം നിന്റെ ഹൃദയത്തിലുണ്ടെങ്കിൽ ഇന്നത്തെ രാത്രി ഈ സീക്രട്ട് ഓഫ് വർഷിപ്പ് നീ ഞാനും അറിയാൻ പോകുക. പ്രൈസ് ദി ലോർഡ്. ഈ വർഷിപ്പ്, ട്രൂ വർഷിപ്പ് എന്താണെന്ന് നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ബൈബിളിൽ ആദ്യമായിട്ട് വർഷിപ്പിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എവിടെയാണെന്ന് നോക്കാം. അതെവിടെയാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആദ്യമായിട്ട് വർഷിപ്പിനെ കുറിച്ച് പറയുന്നത് ജനസിസ് 22-ാം അധ്യായത്തിലാണ്. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം 5-ാമത്തെ വാക്യത്തിലാണ് ആദ്യമായിട്ട് ബൈബിളിൽ വർഷിപ്പ് ചെയ്യാൻ പോകുന്നതിനെ കുറിച്ച് പറയുന്നത്. ആരാ പറഞ്ഞതെന്ന് അറിയാമോ? അബ്രഹാം പറയുന്നത്. അബ്രഹാം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അബ്രഹാം തന്റെ കൂടെയുള്ള ബാല്യക്കാരോട് പറയുക, നിങ്ങൾ ഇവിടെ നിൽക്കുവിൻ, ഞാനും മകനും,
അതിന് ഞാനും എൻ്റെ മകനും അവിടുത്തോളം പോയി ആരാധന കഴിഞ്ഞ് മടങ്ങി വരാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിങ്ങൾക്കറിയാമല്ലോ അതിന്റെ പശ്ചാത്തലം എന്താണെന്ന്. ഞാൻ കൂടുതലായിട്ട് ആ ഭാഗത്തെക്കുറിച്ച് നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. അതിന്റെ 22-ാമത്തെ അധ്യായം ആദ്യ ഭാഗത്ത് കാണുന്നത് ഇങ്ങനെയാ. കർത്താവ് ഒരു ദിവസം രാത്രിയില് അബ്രഹാമിനോട് പറഞ്ഞു, നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ പുത്രനെ ഞാൻ കാണിപ്പാനിരിക്കുന്ന മലയിൽ കൊണ്ടുപോയി എനിക്ക് വേണ്ടി യാഗമർപ്പിക്കണം, സാക്രിഫൈസ് ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ രാത്രി അതിന് പിന്നിലുള്ള കഥകളൊക്കെ നമുക്കറിയാം. അബ്രഹാമിന് മകനെ കിട്ടുന്നത് എത്രയോ വർഷം കഴിഞ്ഞാണ്. ഹല്ലേലൂയ. It was an impossibility to have a child like him at that age. Praise the Lord. അബ്രഹാമിന്റെ ഏജ് എന്ന് പറയുന്നത് ചൈൽഡ് ബെയറിംഗ് ഏജ് പാസ്റ്റ് ആയതാ. പ്രൈസ് ദി ലോർഡ്. സേറയുടെ ഏജ് എന്ന് പറയുന്നത് അതിന്റെ ചൈൽഡ് ബെയറിംഗ് ഏജ് പാസ് ചെയ്തതാ. പ്രൈസ് ദി ലോർഡ്. ഹീബ്രൂസ് 11-ാം അധ്യായത്തിൽ ഇത് പറയുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഹല്ലേലൂയ അവന്റെ ജീവിതത്തിന്റെ മുഴുവനുമായിരുന്നു ഐസക്. അബ്രഹാമിനോട് ചോദിച്ചു, അബ്രഹാമേ, നിന്റെ ഈ ഭൂമിയിലെ സേവിങ് എന്തോന്ന് ചോദിച്ചാൽ, നിന്റെ ഈ ഭൂമിയിൽ ഏറ്റവും വലിയ വർത്ത് എന്തോന്ന് ചോദിച്ചാൽ, അബ്രഹാം ഒന്നും ചിന്തിക്കാതെ പറയും, ദാറ്റ് ഈസ് മൈ സൺ ഐസക്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്കറിയാം കർത്താവ് ദൈവമോട് ഉപയോഗിക്കുന്ന ഒരു വാക്കുണ്ട്. എന്തോന്നറിയാമോ? നീ സ്നേഹിക്കുന്ന നിന്റെ മകനെ. പ്രൈസ് ദി ലോർഡ്. നീ the son whom you love. Praise the Lord. Hallelujah. Our God is a jealous God. ഹല്ലേലൂയ. ഈ സൺ ഉണ്ടാകുന്നത് വരെ അബ്രഹാം സ്നേഹിക്കുന്നത് ഒരുവനെ ഉള്ളായിരുന്നു, സർവശക്തനായ ദൈവത്തെ. അതിന്റെ അർത്ഥം ഐസക് ഉണ്ടായതിനു ശേഷം ദൈവത്തെ സ്നേഹിച്ചില്ല എന്നുള്ളതല്ല അതിന്റെ മീനിങ്. ഒരു പക്ഷേ നമുക്ക് അബ്രഹാമിന്റെ ഹൃദയം എന്തുവെന്ന് അറിയത്തില്ല. ഒരു പക്ഷേ അവന്റെ ഹൃദയത്തിന്റെ ഉള്ളില് ഇപ്പൊ അവന്റെ മൊത്തം സ്നേഹം ഒരു പക്ഷെ അതിന്റെ ഒരു ഭാഗം ഐസക്കും കൂടെ ഷെയർ ചെയ്യുന്നുണ്ടാകാം. ദൈവം മാത്രം അറിയുന്നുണ്ട്. പക്ഷെ ഒന്നെനിക്കറിയാം, ഒന്ന് നിങ്ങൾക്കറിയാം. ഈ വചനത്തിൽ നിന്ന് പറയുന്നു, നീ സ്നേഹിക്കുന്ന നിന്റെ മകനെ എനിക്ക് നീ തരണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി തരണമെന്നല്ല പറഞ്ഞത്. God gave him 3 days to think. അതെങ്ങനെ നമുക്ക് മനസ്സിലാകുന്നത് അറിയാമോ? ആ വാക്യം താഴേക്ക് വായിച്ചു കഴിഞ്ഞാല് 3-ാമത്തെ ദിവസം ആ മല അബ്രഹാം ദൂരത്ത് നിന്ന് കണ്ടെന്ന് വചനത്തിൽ പറയുന്നുണ്ട്. 3 ദിവസത്തെ യാത്ര കഴിഞ്ഞ് ആ മലയിലെത്തിയത്. ബേർഷേബയിൽ നിന്ന് മോറിയ മലയിലേക്കുള്ള യാത്ര 3 ദിവസത്തെ യാത്രയാണ്. ദൈവം അവനോട് പറഞ്ഞപ്പോഴേ പിറ്റേ ദിവസം തന്നെ അവൻ രാവിലെ ഹല്ലേലൂയ എഴുന്നേറ്റ് അവന്റെ വണ്ടിയൊക്കെ കഴുതയൊക്കെ റെഡിയാക്കി ഹല്ലേലൂയ എല്ലാം ശരിയാക്കി. ഒരു പക്ഷേ ഭാര്യയോട് പറഞ്ഞു കാണും, ഞങ്ങൾ ആരാധിക്കാൻ പോവുകയായിരുന്നു. മകനെ കൊല്ലാൻ പോകുന്നതിനും പറഞ്ഞു. അങ്ങനെ ഒരിക്കലും പറയത്തില്ല. അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ ദൈവവചനം എഴുതിയേനെയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഒരു പക്ഷെ പറഞ്ഞു കാണും, ഞങ്ങൾ ഇന്ന മലയിൽ ദൈവത്തെ ആരാധിക്കാനായിട്ട് ദൈവം പറഞ്ഞു, അങ്ങനെ മോനെ കൊണ്ടുപോയി ആരാധിക്കാൻ പോവാന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അവിടെ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്താണെന്നറിയാമോ? ദൈവം നമ്മളോടൊരു കാര്യം പറഞ്ഞാൽ പ്രൈസ് ദി ലോർഡ്, ഹി ഗിവ്സ് us enough time to think about. പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ രാത്രി ഹേസ്റ്റ് ആയിട്ട് പെട്ടെന്ന് ചെയ്യാൻ ദൈവം നമ്മളെ തിടുക്കം കാണിക്കത്തില്ല. യു കൗണ്ട് ദ കോസ്റ്റ്. നിനക്ക് ഇരുന്ന് ചിന്തിക്കാം, ഈ ദൈവത്തെ പിൻപറ്റുന്നത്, ഈ കർത്താവിന്റെ വഴിയില് ക്രിസ്തുവിന്റെ ഭടനായി വരുന്നത്, ഇറ്റ് ഇസ് എ കോസ്റ്റ്ലി തിങ്. പ്രൈസ് ദി ലോർഡ്. ഇറ്റ് വുഡ് കോസ്റ്റ് യു സംതിങ്. യേശു തന്നെ ഡിസൈപ്പിൾഷിപ്പിനെ കുറിച്ച് പറയുമ്പോൾ പറയുന്നുണ്ട്, സിറ്റ് ആൻഡ് കൗണ്ട് ദ കോസ്റ്റ്. പ്രൈസ് ദി ലോർഡ്. ഇരുന്ന് നീ അതിന്റെ ചെലവിനെ കുറിച്ച് ചിന്തിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ അബ്രഹാമിന് പോയ വഴിയില് ഒരു ദിവസം യാത്ര ചെയ്തിട്ട് അവന് 3 ദിവസം എന്തായിരിക്കും ചിന്തിച്ചത്? ഈ തിരിച്ചു വരുമ്പോ ഈ മകൻ ഒരു പക്ഷെ കാണുമോ? ഹല്ലേലൂയ. ദൈവം എന്തിനാ എന്നോട് ഇങ്ങനെ ചോദിച്ചത്? എന്റെ ആടുമാടുകളെയും എനിക്കുള്ള സകലത്തെയും അവൻ ചോദിച്ചിരുന്നെങ്കിൽ സന്തോഷത്തോടെ ഞാൻ അവന് കൊടുക്കുമായിരുന്നു. എന്നെ ചോദിച്ചിരുന്നെങ്കിൽ ഞാൻ അവന്റെ യാഗപീഠത്തിൽ എന്നെ തന്നെ ഏൽപ്പിക്കുമായിരുന്നു. പക്ഷെ എന്റെ മോനെ ഹല്ലേലൂയ, അവനെ ഞാൻ യാഗമർപ്പിച്ച് മടങ്ങി വരുമ്പം സാറയോട് ഞാൻ എന്താ പറയുക? ഒരു പക്ഷേ ഈ ജാതികളൊക്കെ എങ്ങനെ പറയും, ഈ ദൈവം ഇങ്ങനത്തെ ക്രൂരനായ ദൈവം? ഒരു പക്ഷെ പല പല ചിന്തകൾ അബ്രഹാമിന്റെ ഹൃദയത്തിലൂടെ കടന്നുപോയി. വേറൊരു സത്യം അറിയാമോ? അബ്രഹാമിനോട് ദൈവം ഇത് സംസാരിച്ചപ്പോ വേറെ ആരും ഉണ്ടായിരുന്നു? അബ്രഹാമിന് വേണ്ടി ഈസി ആയിട്ട് ഇഗ്നോർ ചെയ്യാമായിരുന്നു. എനിക്ക് ചിലപ്പോൾ തോന്നിയതാണെന്ന് പറയും. നമ്മളൊക്കെ പലരും പറയുന്നില്ലയോ, കർത്താവ് വചനത്തിലൂടെ ചില കാര്യം സംസാരിക്കുമ്പോൾ നമുക്ക് ഏറ്റെടുക്കാൻ ചില കംഫർട്ടാണെങ്കിൽ നമ്മൾ പറയും, എനിക്ക് തോന്നിയതായിരിക്കും. അബ്രഹാമിന് വേണേ അങ്ങനെ ചിന്തിക്കാമായിരുന്നു, എനിക്ക് തോന്നിയതാ. അല്ലെങ്കിൽ വേണേ ഇങ്ങനെ പറയായിരുന്നു, ഓക്കെ ദൈവമേ ഞാൻ ചെയ്യാം, ഒന്നുകൂടെ എന്നൊന്ന് സംസാരിക്കും. നമ്മളൊക്കെ അങ്ങനെ പറയാറുണ്ട്. കാരണം ഇച്ചിരി കോസ്റ്റ്ലി ആണെങ്കിൽ വെറുതെ എന്തിനായിരുന്നു നഷ്ടപ്പെടുത്തുന്നത്? ദൈവം തന്നെ പറഞ്ഞു. തിരിച്ച് ദൈവത്തോട് അങ്ങനെ ചോദിക്കുന്നത് തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല. കാരണം വചനത്തിൽ അങ്ങനെ പറയുന്നില്ല. രണ്ടാമത് ടെംപ്റ്റ് ചെയ്തെന്ന് പറയുന്നുണ്ട്, ദൈവത്തെ പരീക്ഷിക്കരുതെന്ന് പറയുന്നുണ്ട്. പക്ഷേ നമ്മുടെ കൺഫ്യൂസ്ഡ് ആണെങ്കിൽ, നമുക്ക് ക്ലിയർ അല്ലെങ്കിൽ തീർച്ചയായിട്ടും കർത്താവിനോട് ചോദിക്കാം. നമ്മുടെ അപ്പനോട് നമുക്ക് ചോദിക്കാം, ഇഫ് ഇറ്റ് ഈസ് ഫ്രം യു ലോർഡ് സ്പീക്ക് ടു മീ അഗൈൻ. കർത്താവിനോട് പറയാം. പക്ഷെ അബ്രഹാം അതൊന്നും ചെയ്തില്ലെന്നുള്ള. ഹല്ലേലൂയ. He really counted the cost because God was everything for him.
രണ്ടാമത്തത്, ഞാൻ പെട്ടെന്ന് പോകുക, സമയമില്ലാത്തത്, കാരണം എനിക്ക് വേറെ ചില പോയിന്റുകൾ കർത്താവ് തന്നിട്ടുണ്ട് ഷെയർ ചെയ്യാൻ. രണ്ടാമത്, ഹല്ലേലൂയ, അവൻ ആ 3 ദിവസം യാത്ര ചെയ്തിട്ട് ആ മോറിയ മല, മൗണ്ട് മോറിയ, he has seen from afar. ഹല്ലേലൂയ. എന്നിട്ട് മോറിയ മലയുടെ താഴെ ചെന്നിട്ട് കൂടെ വന്ന യങ് മെന്നിനോട്, അവന്റെ വേലക്കാരോട്, സെർവൻസിനോട് പറഞ്ഞു, യു ബി ഹിയർ, me and my lad, me and my child will go there and we will worship and come back. എന്തുകൊണ്ടാണെന്നറിയാമോ ഈ യൗവനക്കാരെ, ഈ ബാല്യക്കാരെ ഇവിടെ നിർത്തിയത്? He wanted to have a detachment. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഈ വേലക്കാർ അബ്രഹാമിന്റെ കൂടെ കയറി ചെല്ലുമ്പോഴേ അബ്രഹാം അവരുടെ മുന്നിൽ വെച്ച് മോനെ കൊല്ലാൻ വേണ്ടി കത്തി എടുക്കുമ്പം വേലക്കാരോട് അനുവാദിക്കുമോ? ഓ, അവർ ചാടിക്കറി കത്തിക്ക് പിടിക്കും. ഓർത്ത് നോക്കിക്കേ, there will be a hindrance when he is worshiping his God. You know that? അബ്രഹാമിന് തന്റെ ദൈവത്തെ ആരാധിക്കുന്നതിന് ഇവര് തടസ്സമാണ്. ഇന്നത്തെ രാത്രി നമുക്ക് ദൈവത്തെ ആരാധിക്കുകയും വേണം, എല്ലാവരുടെയും കമ്പനിയും വേണം. എന്നെ കേൾക്കുന്ന ദൈവവേദന, ഇറ്റ് ഈസ് വെരി വെരി ഡേഞ്ചറസ്. ഹല്ലേലൂയ. എനിക്ക് എല്ലാവരുടെയും കമ്പനി വേണം, എല്ലാവരുടെയും കൂട്ടുകെട്ട് എനിക്ക് വേണം, എല്ലാവരുടെയും ഫ്രണ്ട്ഷിപ്പ് വേണം. ആരെയും ഹല്ലേലൂയ എനിക്ക് വെറുപ്പിക്കരുത്. ഹല്ലേലൂയ, എല്ലാവരുടെയും ഗുഡ് ബുക്സിലായിരിക്കണം ഞാൻ. പക്ഷെ അറ്റ് ദ സെയിം ടൈം ഐ വാണ്ട് ടു വർഷിപ്പ് ഗോഡ് ആസ് വെൽ. Is it possible? Bible says it is impossible. ഹല്ലേലൂയ. ലൂക്കോസ് 9:24, മാർക്ക് 8:36, മത്തായി 16:24, ഇതൊക്കെയും again 10-ാം അധ്യായം മത്തായിയുടെ സുവിശേഷത്തിൽ വീണ്ടും അത് പറയുന്നുണ്ട്. ഇതൊക്കെയും പറയുന്നത് എന്തെന്നറിയാമോ? If anyone wishes to follow me, he has to deny himself, carry his cross daily and follow me. ഹല്ലേലൂയ. ഒരുവനെ അനുഗമിപ്പാൻ അവൻ തന്നെത്താൻ ത്യജിക്കണം. അവന് വിലയുള്ളതൊക്കെയും അവൻ ത്യജിക്കണം. അതിനകത്ത് ഫ്രണ്ട്ഷിപ്പ് വന്നേക്കാം, ഫാമിലി റിലേഷൻഷിപ്പ് വന്നേക്കാം. ദൈവത്തെക്കാൾ അധികമായി ദൈവത്തെ നീ ആരാധിക്കുന്നതിന് തടസ്സമായി ആര് വരുന്നുവോ നീ അവരെ റിജക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം to you God is important. Praise the Lord. ഇന്നത്തെ രാത്രി ഹല്ലേലൂയ, അബ്രഹാം അതാ ചെയ്തത്. അബ്രഹാം എന്നും എന്നോട് പറഞ്ഞു എന്താണെന്നറിയാമോ? നിങ്ങൾ ഇവിടെ സ്റ്റേ ചെയ്യുക, ഞാൻ പോയി മകനുമായി ആരാധനകളിൽ മടങ്ങി വരാം. മൂന്നാമത്തെ കാര്യം, ഞാൻ പെട്ടെന്ന് ആ ഭാഗം വിട്ടുപോവുക. ആരാധന എന്താണെന്നുള്ളത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്നത്തെ രാത്രി. പ്രൈസ് ദി ലോർഡ്. മൂന്നാമത്തെ കാര്യം എന്തുവെന്നറിയാമോ? അബ്രഹാം പറഞ്ഞ വാക്ക് എന്തുവെന്നറിയാമോ? വിശ്വാസത്തിന്റെ വാക്കാ. ഇവരോട് പറഞ്ഞത് എന്തറിയാമോ? ഞാനും me and the land will go yonder. Yonder means there. We worship and come back. That means അവൻ പ്രോഫസ് ചെയ്ത വാക്ക് എന്തെന്നറിയാമോ? We will come back. അത് പറയാനുള്ള കാരണമുണ്ട്. ഇതിനു മുമ്പുള്ള ചില ചാപ്റ്റേഴ്സ് 15-ാം അധ്യായത്തില്, ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തില് ദൈവം അബ്രഹാമിനെ വിളിച്ചിട്ട് അതിന്റെ കൂടാരത്തിൽ നിന്ന് വെളിയിൽ ഇറക്കിയിട്ട് അവനോട് പറഞ്ഞു, നീ ആകാശത്തിലേക്കൊന്ന് നോക്ക്. ഹല്ലേലൂയ. നക്ഷത്രങ്ങളെ നിനക്ക് എണ്ണാൻ കഴിയുമോ? അതിനേക്കാൾ അധികം മക്കളെ ഞാൻ നിനക്ക് തരും. പ്രൈസ് ദി ലോർഡ്. അതുപോലെ 17-ാമത്തെ അധ്യായത്തിനകത്ത് ഹല്ലേലൂയ, നീ ബഹുജാതികൾക്ക് പിതാവാകും. ഈ വാഗ്ദത്തങ്ങളൊക്കെ ഹല്ലേലൂയ ആർക്ക് കൊടുത്തതാ? ദൈവം അബ്രഹാമിന് കൊടുത്തതാ. വാഗ്ദത്തത്തിൽ ദൈവം വിശ്വസ്തനാണോ അവിശ്വസ്തനാണോ? ദൈവം വിശ്വസ്തനാ. അങ്ങനാണെങ്കിൽ എനിക്ക് തന്ന മകനാണ് ഐസക്കെങ്കിൽ, ഐസക്കിലൂടെയാണ് ഞാൻ ജാതികൾക്ക് പിതാവാകാൻ പോകുന്നതെങ്കിൽ, ഐസക്കിലൂടെയാണ് ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ എനിക്ക് പിൻഗാമികൾ ഉണ്ടാകുമെന്നുള്ള വാഗ്ദത്തം ദൈവത്തിൽ നിന്ന് വന്നതെങ്കിൽ ഹല്ലേലൂയ, ഐസക്ക് മരിക്കുവാൻ ദൈവം അനുവദിക്കത്തില്ല. അല്ലെങ്കിൽ അവനെ കഷണമായി ഞാൻ നുറുക്കിയാലും ആ കഷണങ്ങളെ കൂട്ടിച്ചേർത്ത് മടക്കി തരുവാൻ എന്റെ ദൈവത്തിന് കഴിയും. അതുകൊണ്ടാണ് അവൻ യൗവനക്കാരോട് പറഞ്ഞത്, യു സ്റ്റേ ഹിയർ, വി വിൽ കം ബാക്ക്. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ വേദനയെ, എവരി ഗുഡ് തിങ്സ് കം ഫ്രം ഗോഡ്. ദൈവസന്നിധിയിൽ ആരെങ്കിലും, പ്രിയ സഹോദരൻ പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞായിരുന്നു, കർത്താവെ കടന്നു പോകുന്നത് നിറഞ്ഞ സന്തോഷത്തോടെ ആയിരിക്കണം. എന്നെ കേൾക്കുന്ന ദൈവവേദനയെ, നിറഞ്ഞ സന്തോഷത്തോടെ നീ ദൈവസന്നിധിയിൽ എഴുന്നേൽക്കാനാ എപ്പോഴും ദൈവം നിന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. നീ മനുഷ്യരുടെ കൂടെ ഇരുന്നാൽ ചിലപ്പോൾ എണീറ്റ് പോകുമ്പോൾ കണ്ണു നിറച്ചുകൊണ്ട് പോകേണ്ടി വരും, അല്ലെ ഹൃദയത്തെ മുറിവേറ്റ് പോയെന്ന് വരും. നിന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച പലരും നിന്നെ ദുഃഖിച്ചെത്തിപ്പിച്ചിരിക്കും. എന്നാൽ നീ ദൈവത്തോടുകൂടെ സമയം ചെലവഴിച്ചാൽ നീ എഴുന്നേൽക്കുന്നത് ഹൃദയം നിറഞ്ഞ സന്തോഷത്തോടെയായിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ രാത്രി എന്നെ കേൾക്കുന്ന ദൈവവേദനയെ, കർത്താവ് ചെയ്യുന്നത് ഏറ്റവും ശ്രേഷ്ഠമാണ്. ഇനി അബ്രഹാമിലേക്ക് ഒന്ന് മടങ്ങി വന്നേ. അബ്രഹാം അവിടെ കടന്നു ചെന്നിട്ട് യാഗപീഠം പണിതു. ഐസക്ക് കുറച്ച് പ്രായം കാണുമായിരിക്കും, 10-11 വയസ്സെല്ലാം കാണുമായിരിക്കും. നമ്മൾ ആ കാലം വെച്ച് നോക്കുമ്പോൾ ഒരു പക്ഷേ 10 years പ്ലസ് കാണും. ഹല്ലേലൂയ, സ്തോത്രം. ആ സമയമൊക്കെ ആയി കാണും. പ്രൈസ് ദി ലോർഡ്. അബ്രഹാമിന് ഹല്ലേലൂയ, ഐസക്കിന് അറിയാം യാഗം അർപ്പിക്കുന്നത് പ്രൈസ് ഗോഡ് ആട്ടുംകുട്ടി അല്ലെങ്കിൽ പിന്നെ അതുപോലുള്ള മൃഗങ്ങൾ വേണമെന്നൊക്കെ അറിയാം. അതുകൊണ്ടാണ് ഐസക്ക് അവിടെ ചോദ്യം ചോദിക്കുന്നുണ്ട്, അപ്പാ തീയും വിറകുമുണ്ട്, ഹോമയാഗത്തിനുള്ള ആടെവിടെ?
ഹോമയാഗമാണ്, ആരാധന. ഹോമയാഗം എന്ന് പറഞ്ഞാൽ ബേൺഡ് ഓഫറിംഗ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് എ സിംബൽ ഓഫ് വർഷിപ്പ്. പ്രൈസ് ദി ലോർഡ്. ലേവ്യ പുസ്തകം 1, 2, 3 അധ്യായങ്ങൾ അത് വിശദീകരിച്ചിട്ടുണ്ട്. നമുക്ക് അവിടേക്ക് കടന്നു വരാൻ കുറച്ച് കഴിയുമ്പോൾ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യാഗപീഠം പണിതു. യാഗപീഠം പണിതിട്ട് മകൻ ചോദിച്ചിരുന്നു. യാഗപീഠം പണിയുന്ന സമയത്ത് മകൻ ചോദിക്കുന്നുണ്ട്, അപ്പാ ഹല്ലേലൂയ, തീയും വിറകുമുണ്ട്, ഹോമയാഗത്തിനുള്ള ആടെവിടെ? Where is the lamb for burnt offering? അബ്രഹാം എന്ത് പറഞ്ഞു? ആ ചോദ്യം കേട്ടപ്പോഴേ അബ്രഹാമിന്റെ ഹൃദയം തകർന്നു പോയി കാണും. കാരണം ആ ലാമ്പിന്റെ സ്ഥാനത്ത് കട്ട് ചെയ്യാൻ പോകുന്ന ആരെയെന്ന് അറിയാമോ? എന്റെ മകനെയാണ്. പ്രൈസ് ദി ലോർഡ്. അത് മകനോട് പറഞ്ഞു. മകനോട് പറഞ്ഞപ്പോൾ മകൻ ഓടി കളഞ്ഞേക്കും അല്ലേ? പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്കറിയാമോ എന്താ സംഭവിക്കുന്നത്? യാഗപീഠം പണിതു, എന്നിട്ട് കുഞ്ഞിനെ പിടിച്ചു, അവന്റെ കയ്യും കാലും കെട്ടി. ഒരു പിതാവ്, ഹല്ലേലൂയ, ഓർത്ത് നോക്കണം, 100ാമത്തെ വയസ്സോളം ആയപ്പോഴേ ദൈവം കൊടുത്ത മകനാണിത്. 100 വയസ്സുള്ള ഒരു മനുഷ്യനെ കിട്ടിയ ഏക മകൻ. പ്രൈസ് ദി ലോർഡ്. ധനവാനായ മനുഷ്യന് ഹല്ലേലൂയ തന്റെ തലമുറകളെ നിലനിർത്തുവാൻ ദൈവം കൊടുത്ത ഏക മകൻ. ആ മകനെയാണ് ദൈവം പറഞ്ഞെന്നും പറഞ്ഞ് ഹല്ലേലൂയ ഇപ്പൊ കട്ട് ചെയ്യാൻ പോകുന്നത്. ലോകത്തിന്റെ മുമ്പിൽ അവൻ ഭോഷനല്ലേ? ഇന്നത്തെ രാത്രി ഒന്ന് ഓർത്തേ, നമ്മൾ വല്ലതും ആണെങ്കിൽ നമ്മൾ 2-3 പ്രാവശ്യം ചിന്തിച്ചേനെ. 3-4 പാസ്റ്റർമാരോട് പോയി ചോദിച്ചാൽ ഒന്ന് പ്രാർത്ഥിച്ചിട്ടൊന്ന് പറഞ്ഞ് ഇങ്ങനെ ഒരു സ്ട്രേഞ്ച് വോയിസ് ഞാൻ കേട്ടായിരുന്നു. അബ്രഹാം അതൊന്നും ചെയ്തില്ല. അതിനു മുമ്പ് അബ്രഹാം കേട്ട ശബ്ദങ്ങൾ അവൻ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതേ ശബ്ദമാണ് അവനോട് പറഞ്ഞത്, നീ സ്നേഹിക്കുന്ന നിന്റെ മകനെ എനിക്ക് തരണം. അബ്രഹാം അവനെ കിടത്തി തകർന്ന ഹൃദയത്തോടെ. കഴിഞ്ഞ 3 ദിവസമായി ഒരുപക്ഷെ ഈ മനുഷ്യൻ വെള്ളം കുടിച്ചിട്ടുണ്ടാകത്തില്ല. കഴിഞ്ഞ 3 ദിവസമായി അവൻ സമാധാനത്തോടെ ഉറങ്ങിയിട്ടില്ല. കഴിഞ്ഞ 3 ദിവസമായി ആരോടും ഒരുപക്ഷെ അവൻ സംസാരിച്ചിട്ടുണ്ടായിട്ടില്ല. അവന്റെ ഹൃദയം കലുഷിതമാണ്. അവന്റെ ഹൃദയം ഭാരം നിറഞ്ഞതാണ്. തന്റെ മകന്റെ മുഖത്തേക്ക് അവൻ വീണ്ടും ഒരു പ്രാവശ്യം കൂടെ നോക്കിക്കാണും. ഈ ലോകത്തിൽ ഇനി ഒരിക്കലൂടെ ഈ ചിരിക്കുന്ന മുഖം എനിക്ക് കാണാൻ പറ്റുകയില്ല. പ്രൈസ് ദി ലോർഡ്. അവൻ ഈ മകന്റെ മുഖത്തേക്ക് നോക്കി സ്വർഗത്തേക്ക് നോക്കിക്കാണും. പിതാവേ, ഇതാണോ നീ എന്നിൽ നിന്ന് ആവശ്യപ്പെടുന്നത്? എന്റെ ഹൃദയമാണ് ഞാൻ നിനക്ക് തരാൻ പോകുന്നത്. പ്രൈസ് ദി ലോർഡ്. നീ ചോദിച്ചാൽ ഞാൻ എല്ലാം നിനക്ക് തരും. പ്രൈസ് ദി ലോർഡ്. ഓ, ആ ഒരു നിമിഷം അവന്റെ ഹൃദയത്തിലൂടെ എന്തൊക്കെ ചിന്തകൾ കടന്നുപോയി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവിടെ അവൻ പ്രൂവ് ചെയ്യുകയാണ്, എന്റെ മകനേക്കാൾ എനിക്ക് വലുത് എന്റെ ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. എനിക്കുള്ള സകലത്തെക്കാളും എനിക്ക് വലുത് എന്റെ ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. അവൻ തേച്ച് മിനുക്കിയ കത്തി കയ്യിലെടുത്തു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഓ, നമുക്ക് ഇപ്പോഴറിയാം, അവൻ കത്തി എടുക്കുമ്പോൾ ദൈവം മോളിൽ നിന്ന് പറയും, അബ്രഹാമേ മകനെ കൈവയ്ക്കരുതെന്ന്. അന്നത് അബ്രഹാമിന് അറിയാമായിരുന്നു? ഇല്ല. അബ്രഹാമിന് ഒരിക്കലും അറിയത്തില്ല. കത്തി വെച്ച് കഴിഞ്ഞാൽ അത് മുറിയുമെന്നുള്ളത് എല്ലാവർക്കും അറിയാം. പ്രൈസ് ദി ലോർഡ്. അബ്രഹാം കത്തിയെടുത്തു, തന്റെ മകന്റെ മുഖത്തേക്ക് നോക്കി. ഒരുപക്ഷെ ഞാൻ ഇങ്ങനെ ചിന്തിക്കുക, ഈ പാവം പിതാവിന്റെ കണ്ണിലൂടെ കണ്ണുനീരൊഴുകി കാണും. 100 വയസ്സുള്ള പാവപ്പെട്ട മനുഷ്യൻ, ജീവിതത്തിൽ ഒരിക്കലും ഒരു മനുഷ്യന്റെ മുമ്പിലും കഴിഞ്ഞിട്ടില്ലാത്ത, ഓ ഹല്ലേലൂയ, ആരോഗ്യ ദൃഢഗാത്രനായ ധൈര്യവാനായ ഒരു മനുഷ്യൻ. പ്രൈസ് ദി ലോർഡ്. യോദ്ധാവായ ഒരു മനുഷ്യൻ, ഒരു പ്രതികൂലങ്ങളും കുലുങ്ങാത്ത മനുഷ്യൻ. പ്രൈസ് ദി ലോർഡ്. ദൈവ ശബ്ദം കേട്ട് ഉറ്റവരെയും ഉടയവരെയും വിട്ട് കാണപ്പെടാത്ത ദേശത്തേക്ക് ദൈവത്തിൽ വിശ്വസിച്ച് ഇറങ്ങി ധരിച്ച ഉറച്ച ഹൃദയമുള്ള ഒരു മനുഷ്യൻ. ഇവിടെ അവൻ ചലിക്കുകയാ, ഇവിടെ അവൻ ഭാരപ്പെടുകയാ. പക്ഷെ അവന്റെ ഭാരത്തിന്റെ നടുവിലും ദൈവഭയം അവനുള്ളിലേക്ക് കടന്നു വന്നു. അവൻ കത്തിയെടുത്തു. ഓ, മകന്റെ കഴുത്തിനെ ലക്ഷ്യമാക്കി അവൻ വീശുകയാണ്. ആ നിമിഷം അവൻ കേട്ടു, അബ്രഹാമേ, അബ്രഹാമേ, മകന്റെ മേൽ നീ കൈവയ്ക്കരുത്. This is your God. ഹല്ലേലൂയ. ഒന്ന് ചിന്തിച്ചു നോക്കിയേ. അബ്രഹാമിനോട് പറഞ്ഞു, മകന്റെ മേൽ നീ കൈവയ്ക്കരുത്. പ്രൈസ് ദി ലോർഡ്. ഇനി അബ്രഹാം കുഞ്ഞിനെ മുറിച്ചു കാണിക്കണമെന്നൊന്നുമില്ല. കാരണം he was to do it. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്നത്തെ രാത്രി കേൾക്കണോ? അത് ചെയ്യാൻ അബ്രഹാമിന് കഴിഞ്ഞത് എന്തുകൊണ്ടാണെന്നറിയാമോ? he was dead to himself. പ്രൈസ് ദി ലോർഡ്. അവൻ മരിച്ചവൻ. ദൈവത്തെ സംബന്ധിച്ചിടത്തോളം അവൻ അവന്റെ ആഗ്രഹങ്ങളിൽ മരിച്ചവനായിരുന്നു. ദൈവം കഴിഞ്ഞ് അവന് സകലതും കൊള്ളോ. അവന്റെ ഭാവി മരിച്ച, അവന്റെ ഭാവി കർത്താവിന്റെ കയ്യിലാണ്. അവന്റെ നാളെ കർത്താവിന്റെ കയ്യിലാണ്. അവന്റെ തലമുറകൾ കർത്താവിന്റെ കയ്യിലാണ്. അവന്റെ മകന്റെ ഭാവി കർത്താവിന്റെ കയ്യിലാണ്. അവന്റെ ജീവിതം മുഴുവനും കർത്താവിന്റെ കയ്യിലാണ്. ഇതൊക്കെ കഴിഞ്ഞ് സേറയുടെ അടുത്ത് കടന്നു പോകുമ്പോൾ അതും കർത്താവ് കരുതിക്കോളും. നിങ്ങൾക്കറിയാമോ? ഹല്ലേലൂയ, സ്തോത്രം. എന്നിട്ട് ഹല്ലേലൂയ, അബ്രഹാം തിരിഞ്ഞു നോക്കിയപ്പോൾ അവിടെ ആട് കിടക്കുന്നുണ്ട്. ആടിനെ എടുത്തോണ്ട് വന്നിട്ട് മകന് പകരമായിട്ട് യാഗം അർപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് അബ്രഹാം ആ സ്ഥലത്തിന് ഒരു പേരിട്ടു, യഹോവ ജീറേ. യഹോവ കരുതിക്കൊള്ളും. The Lord shall provide. Praise the Lord. Jehovah Jireh. Praise the Lord. Hallelujah, സ്തോത്രം. ഇന്നത്തെ രാത്രി ഒരു കാര്യം ചിന്തിക്കണം. അബ്രഹാം തനിക്കുള്ള സകലതും, ഹല്ലേലൂയ, ഐസക്കിനെ അവിടെ വെച്ചു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അബ്രഹാമിനുള്ള സകലതും അവൻ ദൈവത്തിന്റെ സന്നിധി യാഗം അർപ്പിച്ചു.
പ്രൈസ് ദി ലോർഡ്. ഇത് ആരാധനയാണ്. ഈ ആരാധനയാണ് ബൈബിളിൽ ആദ്യമായി പറഞ്ഞ ആരാധന. പ്രൈസ് ദി ലോർഡ്. ഈ ആരാധനയിലാണ് സ്വർഗത്തിന്റെ ശബ്ദം കേട്ടത്. വേറൊന്നും സ്വർഗത്തിന്റെ ശബ്ദം കേൾക്കത്തില്ല. ഈ ആരാധനയുടെ നടുവില നീയും ഞാനും കർത്താവിന്റെ ശബ്ദം കേൾക്കുന്നത്. പുതിയ നിയമത്തിൽ മനോഹരമായൊരു വാക്യമുണ്ട്. ഹല്ലേലൂയ. റോമർക്കെഴുതിയ ലേഖനം 12-ാം അധ്യായം 1-2 വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നു: സഹോദരന്മാരെ, ദൈവത്തിന്റെ മനസ്സലിവ് ഓർമ്മിപ്പിച്ച് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പീൻ. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയും ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ. പ്രൈസ് ദി ലോർഡ്. ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്: I beseech you, brethren, praise the Lord, present you by the mercies of God, present your bodies a living sacrifice to God, holy and acceptable to God, which is a reasonable service for you. Praise the Lord. From you. Praise the Lord. And do not be conformed to this world. Praise the Lord. ഇന്നത്തെ രാത്രി അപ്പോസ്തലൻ പറയുകയാണ്, നിങ്ങളുടെ ശരീരങ്ങളെ ദൈവത്തിന് യാഗമായി കൊടുക്കാൻ, ജീവനും വിശുദ്ധിയുമുള്ള യാഗമായി കൊടുക്കാൻ. അതെന്തുകൊണ്ടാണ് അപ്പോസ്തലൻ പറയുന്നത് അറിയാമോ? യാഗം എങ്ങനെയായിരിക്കണമെന്ന് അറിയാമോ? എത്ര യാഗങ്ങളുണ്ട്? പഴയ നിയമത്തിൽ കുറച്ച് യാഗങ്ങളുണ്ട്. പ്രൈസ് ദി ലോർഡ്. ലേവ്യ പുസ്തകം പരിശോധിച്ചാൽ ലേവ്യ പുസ്തകം 1-ാം അധ്യായത്തിൽ ഒരു യാഗത്തെ കുറിച്ച് പറയുന്നുണ്ട്. ആ യാഗമാണ് ബേൺഡ് ഓഫറിംഗ്, ഹോമയാഗം. ഇപ്പൊ നമ്മൾ കേട്ട യാഗം അതാണ്. 2-ാമത്തെ അധ്യായം വന്നു കഴിഞ്ഞാൽ ഭോജനയാഗമുണ്ട്, മീറ്റ് ഓഫറിംഗ്. 3-ാമത്തേത് വന്നു കഴിഞ്ഞാൽ സമാധാനയാഗമുണ്ട്, പീസ് ഓഫറിംഗ്. 4-ാമത്തേത് വന്നു കഴിഞ്ഞാൽ പാപയാഗമുണ്ട്, സിൻ ഓഫറിംഗ്. അതിൽ ഇങ്ങനെ ഓരോരോ അവസ്ഥകളിലെ ഓരോരോ ആവശ്യങ്ങൾക്കായിട്ട് ഓരോരോ യാഗങ്ങളുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആരാധന എന്ന് പറയുന്നത് ആദ്യത്തെ യാഗമാണ്, ഹോമയാഗം. ഇറ്റ്സ് എ ബേൺഡ് ഓഫറിംഗ്. അതാണ് ഇപ്പോൾ ആര് ചെയ്യാൻ പോയത്? അബ്രഹാം ചെയ്യാൻ പോയത്. ഈ പൗലോസ് ഇവിടെ പറഞ്ഞിരിക്കുന്നല്ലോ, നിങ്ങളുടെ ശരീരങ്ങളെ യാഗം കൊടുക്കാൻ പറഞ്ഞത് ഈ ഹോമയാഗത്തെ കുറിച്ചാണ്. എവിടെ എന്തോന്നറിയാമോ? ഹോമയാഗം എങ്ങനെയാ കൊടുക്കേണ്ടതെന്ന് അറിയാമോ? ഹോമയാഗം ചെയ്യുന്ന മൃഗത്തിന്റെ തോലുരിക്കണം, അതിന് സ്കിൻ ഓഫ് ചെയ്തിട്ട് അതിന്റെ മെമ്പേഴ്സ് ഉണ്ടല്ലോ, അതിന്റെ ബോഡി ഖണ്ഡമായിട്ട് മുറിക്കണം. ഇറ്റ് ഷുഡ് ബി കട്ട് ഇൻടു പീസസ്. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് അതിന് യാഗപീഠത്തിന്റെ മേൽ വെക്കണം. ഹല്ലേലൂയ. എന്നിട്ട് നിങ്ങൾ വീട്ടിൽ പോയി ലെവിറ്റിക്കസ് ലേവ്യ പുസ്തകം 1-ാം അധ്യായം വായിച്ചാൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് മനസ്സിലാകും. പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ രാത്രി നമ്മുടെ ശരീരങ്ങളെ യാഗമായിട്ട് വെക്കണമെന്ന് പറഞ്ഞാൽ നിന്റെ ഒന്ന് ഓർത്ത് നോക്കിക്കേ. ദൈവവചന പ്രകാരം ഒരു ഫുൾ ബുള്ളോക്കിനെയോ ഒരു ലാമ്പിനെയോ ഒന്നിച്ചെടുത്ത് യാഗപ്പെടുത്തി വെക്കാൻ പറ്റുമോ? പറ്റത്തില്ല. അതിനെ കട്ട് ഇൻ ടു പീസസ്. അതിന്റെ തൊലി ഒഴിച്ചിട്ട് ഇറ്റ് ഷുഡ് ബി കട്ട് ഇൻ ടു പീസസ്. നിന്നെയും എന്നെയും ലിവിങ് സാക്രിഫൈസ് ആയിട്ട്, ജീവനുള്ള ആരാധനയായിട്ട് കൊടുക്കണമെന്ന എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നിന്നെ കർത്താവിന്റെ പാദപീഠത്തിലേക്ക്, എന്നെ കർത്താവിന്റെ പാദപീഠത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കണം. കർത്താവേ, ഞാൻ എൻ്റെ ശരീരത്തെ നിനക്ക് തരികയാ, എൻ്റെ കണ്ണുകളെ ഞാൻ മുറിച്ച് നിനക്ക് തരിക. കർത്താവേ, ഈ കണ്ണുകൾ കൊണ്ട് ഇതുവരെയും ഹല്ലേലൂയ തിരുഹിതമല്ലാത്ത പലതും ഞാൻ കണ്ടിട്ടുണ്ട്. തിരുഹിതമല്ലാത്ത പലതിനെയും ഞാൻ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഹല്ലേലൂയ തിരുഹിതമല്ലാത്ത പലതിലേക്കും ഞാൻ നോക്കിയിട്ടുണ്ട്. എന്നാൽ ഇന്നത്തെ രാത്രി എൻ്റെ കണ്ണുകളെ നിനക്ക് ഞാൻ ദാനം ചെയ്യുക. എൻ്റെ കണ്ണുകൾ നിന്റെ സന്നിധിയിലേക്ക് ഏൽപ്പിക്കുക. ലോർഡ് ഹല്ലേലൂയ, ദിസ് ഈസ് എ ബേൺഡ് ഓഫറിംഗ്. ഹല്ലേലൂയ. എന്റെ ശരീരത്തിന്റെ കണ്ണുകളെ നിനക്ക് ഞാൻ തരിക. എന്റെ ശരീരത്തിന്റെ ചെവികളെ ഞാൻ നിനക്ക് തരിക. ഇന്ന് വരെ അനേകരുടെ വാക്കുകൾ കേൾക്കുവാൻ ഞാൻ എന്റെ ചെവി കൊടുത്തിട്ടുണ്ട്. അനേകർ പറഞ്ഞ മോശമായ കാര്യങ്ങൾ കേട്ട് അവര് ചിരിച്ചപ്പോ ഞാനും ചിരിച്ചിട്ടുണ്ട്. അനേകരുടെ കുറ്റങ്ങൾ കേൾക്കുവാൻ ഞാൻ ചെവി ഓർത്തിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഇന്നത്തെ രാത്രി എന്റെ ചെവികളെ ഞാൻ നിനക്ക് തരിക. ഇന്നത്തെ രാത്രി നിന്റേതായിട്ട് തരിക. എന്റെ നാവിനെ ഞാൻ നിനക്ക് തരുന്നു കർത്താവേ. പ്രൈസ് ദി ലോർഡ്. ഈ നാവ് കൊണ്ട് അനേകരെ ഞാൻ വേദനിപ്പിച്ചിട്ടുണ്ട്. അനേകരുടെ ദൂഷണങ്ങൾ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. നിനക്കെതിരെ മറുതലിച്ച് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. എന്റെ കുഞ്ഞുങ്ങളുടെ മേൽ ശാപവാക്കുകൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. തിരുഹിതമല്ലാതെ മറ്റുള്ളവരുടെ വേദനകളെ അറിയാതെ അവരെ കുറിച്ച് മറ്റുള്ളവരോട് കുറ്റങ്ങൾ എന്ന നാവ് കൊണ്ട് പറയുന്നുണ്ട്. നിന്നെ സ്തുതിക്കേണ്ട ഈ നാവ് കൊണ്ട് അനേകരെ ഞാൻ ശപിച്ചിട്ടുണ്ട്. ഈ ലോകത്തിന്റെ വാക്കുകൾ പറയുവാൻ എന്റെ നാവ് ഞാൻ മുന്നിൽ ഉപയോഗിച്ചിട്ടുണ്ട്. എന്നാൽ ഇന്നത്തെ രാത്രി എന്റെ നാവിനെ നിനക്ക് യാഗമായി, ഈ ശരീരത്തിന്റെ മുറിയായി എന്റെ നാവിനെ നിന്റെ പാദപീഠത്തിൽ വെക്കുക. എന്റെ കൈകളെ വെക്കുക, എന്റെ കാലുകളെ വെക്കുക, എന്റെ ഹൃദയത്തെ നിനക്ക് തരിക കർത്താവേ. പ്രിയപ്പെട്ടവരെ, ഇതാണ് യാഗം, ഇതാണ് ആരാധന. നീ ഇങ്ങനെ ആരാധിക്കുമ്പോൾ നീ സ്വർഗത്തിൽ നിന്ന് ശബ്ദം കേൾക്കും. ആ ശബ്ദം നിന്റെ ജീവിതത്തിന്റെ വിടുതലായി മാറും. ഇത്ര നാളും നിനക്ക് കേൾക്കുവാൻ കഴിയാത്ത പലതും, ഇത്ര നാളും നിനക്ക് കാണുവാൻ കഴിയാത്ത പലതും അനേക പ്രഗത്ഭന്മാരുടെ ഹൃദയങ്ങളിൽ ദൈവം കൊടുക്കാത്ത റെവലേഷൻസ്, ആരും അംഗീകരിക്കാത്ത നിന്റെ ഹൃദയത്തിൽ ദൈവം തരും. പ്രൈസ് ദി ലോർഡ്. ഇങ്ങനത്തെ വർഷിപ്പേഴ്സിനെയാണ് പിതാവ് ആഗ്രഹിക്കുന്നത്. ഫാദർ സീക്സ് ഫോർ ട്രൂ വർഷിപ്പേഴ്സ്. നമ്മൾ ആരാധിച്ചിട്ടുണ്ടോ ഇങ്ങനെ?
വളരെ മാസങ്ങൾക്ക് മുമ്പ് ഒരു നാളിൽ ഈ പാപം ആരാധിച്ചപ്പോൾ എൻ്റെ ഹൃദയം തകർന്നു. കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, എനിക്ക് 45 വയസ്സുണ്ട്, ഇതുവരെ ഞാൻ നിന്നെ ഇങ്ങനെ ആരാധിച്ചിട്ടില്ല. I have been born again for the last so many years, 14 years, but I had never worshipped you, Lord. ഇതുവരെ നിന്നെ ഞാൻ ആരാധിച്ചിട്ടില്ല. ഇത്രയും നാൾ ഞാൻ ആരാധിച്ചു എന്ന് പറഞ്ഞതൊക്കെ സ്തോത്രവും സ്തുതികളുമായിരുന്നു. അത് തെറ്റാന്നല്ല. That was only the second part. I have never gone to the most holy place, that is the worship, where you and me alone, with no attachments, with no company, with no relationships, only you and me, and the offering. What is the offering? Me, myself. Praise the Lord. ഇന്നത്തെ രാത്രി ആ അനുഭവത്തിലേക്ക് നമുക്ക് കടന്നു വരാം പ്രിയപ്പെട്ടവരെ. ഇങ്ങനെ ഹല്ലേലൂയ, ഈ ആരാധനയ്ക്ക് നമ്മൾ ഉള്ളത്ത് ഓടിപ്പോകണ്ട. അതാ പറയുന്നത്, we can worship in spirit and truth. നമ്മുടെ ഭവനത്തിൽ ഏകരായിട്ടിരിക്കുമ്പോൾ, lock your bedroom, sit there, kneel down, tell him, Lord, I am laying myself unto you. Cut me into pieces, Lord. Let it cost anything. ഞാൻ എൻ്റെ കർത്താവിനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന, let it cost anything, Lord. I want to do your will. ഈ ഭൂമിയിൽ ഒരു മനുഷ്യൻ അങ്ങേ എത്രമാത്രം പ്രസാദിപ്പിച്ച് ഈ ഭൂമിയിൽ ജീവിക്കാൻ കഴിയുമോ? Lord, make me so. Let it cost me anything. Let it cost me anything. I want to see you. I want to worship you. I want to minister to you. എനിക്ക് അങ്ങേ ശുശ്രൂഷിക്കണം. അനേകർ നിന്നെ തള്ളിക്കളഞ്ഞേക്കാം, അനേകർ നീ ഭോഷനാന്ന് പറഞ്ഞേക്കാം. അബ്രഹാം അത് ചെയ്യുന്നത് കണ്ടിട്ട് ലോകം ഒരുപക്ഷെ അവനെ കല്ലെറിഞ്ഞേക്കാം, ഇവ പൊട്ടനാണ്, ഭോഷനാണ്. നോഹയെ മനുഷ്യൻ കല്ലെറിഞ്ഞേക്കാം. ഹല്ലേലൂയ. ധനവാനായ പൗലോസ് സകലതും വിട്ടെറിഞ്ഞ് യേശുവിനെ അനുഗമിച്ചപ്പോൾ അവൻ ഭോഷനാണെന്ന് പറഞ്ഞേക്കാം. പത്രോസ് യോഹന്നാൻ വല ഉപേക്ഷിച്ചിട്ട് അവനെ അനുഗമിച്ചപ്പോൾ ഭോഷനാന്ന് പറഞ്ഞേക്കാം. ജോലിയില്ലാത്ത യേശുവിന്റെ കൂടെ ഇവന്മാരും ജോലി കളഞ്ഞിട്ട് പോയെന്ന് പറഞ്ഞു. But it is worth. എന്നെ കേൾക്കുന്ന ദൈവത്തിലെ it is worth. Praise the Lord. ഹല്ലേലൂയ, സ്തോത്രം. കർത്താവിന്റെ സന്നിധിയിലേക്ക് ഹല്ലേലൂയ നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കാം. Praise God. ആരാധന അതിവിടെ തീരുന്നതല്ല. Worship shall continue in heaven. Revelation. വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായത്തില് നമ്മുടെ ഫ്യൂച്ചർ വർഷിപ്പ് ഇവിടെ കാണിക്കുന്നുണ്ട്. വെളിപ്പാട് പുസ്തകം 4 Revelation 4 verses 8 to 11. Praise the Lord. വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിൽ 8 മുതൽ 11 വാക്യങ്ങൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. ഹല്ലേലൂയ. സ്വർഗ്ഗസിംഹാസനം അവിടെ കാണിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. അറുക്കപ്പെട്ട കുഞ്ഞാടിനെ അവിടെ കാണിക്കുന്നുണ്ട്. ഹല്ലേലൂയ. അവിടെ 4 ജീവികളും 24 മൂപ്പന്മാരെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ സമയമില്ല. പ്രൈസ് ദി ലോർഡ്. അവിടെ പറയുന്ന ഒരു ഭാഗം മാത്രം. അവർ ആരാധന കൊടുക്കുമ്പോൾ, അവർ ആരാധിക്കുമ്പോൾ, സെറാഫുകൾ അവനെ ആരാധിക്കുമ്പോൾ 24 മൂപ്പന്മാരും തങ്ങളുടെ കിരീടങ്ങളെ അവന്റെ കാൽക്കലിടും. പ്രൈസ് ദി ലോർഡ്. അത്യുന്നതന് മഹത്വം കൊടുത്തുകൊണ്ട്, നീ ആരാധനയ്ക്ക് യോഗ്യനാണ്, നീ മഹത്വത്തിന് യോഗ്യനാണ്, നീ സകല പുകഴ്ചയ്ക്കും യോഗ്യനാണ്, നീ മാത്രം ദൈവമാണെന്ന് പറഞ്ഞ് ഹല്ലേലൂയ, നീ ഉന്നതനാണെന്ന്, അത്യുന്നതനാണെന്ന് പറഞ്ഞവനെ ആരാധിച്ച് തങ്ങളുടെ കിരീടങ്ങളെ അവന്റെ കാൽക്കലിടും. പ്രൈസ് ദി ലോർഡ്. നിന്റെ തലയിൽ കിരീടം വെച്ചുകൊണ്ട് നിനക്ക് ദൈവത്തെ ആരാധിക്കാൻ കഴിയുകയില്ല. എന്താണ് നിന്റെ കിരീടം? എന്താണ് എന്റെ കിരീടം? ഞാൻ ഈ ലോകത്ത് വലിയതെന്ന് വിലയേറിയതെന്ന് എന്ത് കരുതുന്നുവോ അതെന്റെ ക്രൗണാണ്. ഒരുപക്ഷെ അതെന്റെ വിദ്യാഭ്യാസമായിരിക്കാം, ഒരുപക്ഷെ എന്റെ സൗന്ദര്യമായിരിക്കാം, ഒരുപക്ഷെ എന്റെ ധനമഹിമകളായിരിക്കാം, അല്ലെങ്കിൽ ലോകത്തിലുള്ള സോഷ്യൽ സ്റ്റാറ്റസ് ആയിരിക്കാം, അല്ലെങ്കിൽ എന്റെ അപ്ബ്രിംഗിങ് ആയിരിക്കാം. ഈ ലോകത്തിന് മറ്റുള്ളവരെക്കാൾ എനിക്ക് വലുതെന്ന് ഞാൻ എന്ത് കരുതുന്നുവോ അതെല്ലാം എന്റെ കിരീടങ്ങളാണ്. നീ ദൈവസന്നിധിയിലേക്ക് വരുമ്പോൾ സ്വർഗത്ത് നടക്കുന്ന ആരാധന നിന്റെ മുന്നിൽ വരണം. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് ദൈവവചനത്തിൽ എനിക്കും നിനക്കും വായിക്കുവാൻ അത് എഴുതി വെച്ചിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. കിരീടങ്ങളെ അവന്റെ താഴെ ഇട്ടു. ആ കിരീടങ്ങളെ അവന്റെ പാദപീഠത്തിൽ എത്തിയിട്ടിട്ട്, കർത്താവേ, എനിക്കുള്ള സകല കിരീടങ്ങളും എന്റെ സകലതും നിന്റെ സന്നിധി ഞാൻ താഴ്ത്തി വെക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 73-ാം സങ്കീർത്തനത്തിൽ 25-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, whom have I in heaven but thee? I don't desire anyone on earth besides thee. സ്വർഗത്തിൽ അങ്ങല്ലാതെ ഞങ്ങൾക്ക് ആരുള്ളൂ, ഈ ഭൂമിയിലും അങ്ങയല്ലാതെ ഞങ്ങൾ ഒന്നും ആഗ്രഹിക്കുന്നില്ല. എത്ര മനോഹരമായ ഒരു സ്റ്റേറ്റ്മെന്റ്. പ്രൈസ് ദി ലോർഡ്. സ്വർഗത്തിൽ നീ അല്ലാതെ ഞങ്ങൾക്ക് ആരുള്ളൂ,
വേണ്ടതുള്ളൂ. സ്വർഗത്തിലെ പളുങ്ക് നദി വേണ്ട കർത്താവേ. സ്വർഗത്തിലുള്ള ഹല്ലേലൂയ ഔഷധ മരങ്ങളുടെ ഫലങ്ങൾ വേണ്ട, സ്ഫടികങ്ങൾ വേണ്ട, സ്വർണ്ണ തെരുവീതിയിലൂടെ നടക്കണ്ട, അവിടെ കാസിൽസിൽ ജീവിക്കണ്ട. നീ മാത്രം ഞങ്ങൾക്ക് മതി. പ്രൈസ് ദി ലോർഡ്. ഈ ഭൂമിയിലും നീ മാത്രം ഞങ്ങൾക്ക് മതി. പ്രൈസ് ദി ലോർഡ്. എത്ര മനോഹരമായ ജീവിതമാണ്. ഹല്ലേലൂയ. ഇവിടെ നീ ആരാധിക്കുന്നുവെങ്കിൽ നിന്റെ സ്വർഗത്തിലെ ആരാധന ഈസി ആയിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടുത്തെ ആരാധന നിനക്ക് കംഫർട്ടായിട്ട് തോന്നുന്നില്ലെങ്കിൽ സ്വർഗത്തിലെ ആരാധന, സ്വർഗത്തിലെ പ്രീച്ചിങ് ഒന്നുമില്ല, അവിടെ ക്യാമ്പസ് ക്രൂസേഴ്സ് ഒന്നുമില്ല, അവിടെ ഡെലിവറൻസ് മിനിസ്ട്രീസ് ഒന്നുമില്ല. അവിടെ ഒന്നും മാത്രമേ ഉള്ളൂ. 24 മണിക്കൂറും. അവിടെ 24 മണിക്കൂറുകളല്ല, അവിടെ ഇൻഡിഫിനിറ്റ് ടൈമാണ്. പ്രൈസ് ദി ലോർഡ്. നിത്യതയാണ്. ഹല്ലേലൂയ. അവിടെ എപ്പോഴും ആരാധന മാത്രമേ ഉള്ളൂ. ആരാധന അവിടെ ബോറടിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ആരാധന ബോറടിക്കുന്നെങ്കിൽ അതിന്റെ അർത്ഥം ഹല്ലേലൂയ നമ്മൾ ആരാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. ഇന്നത്തെ രാത്രി കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. സർവശക്തനെ അപ്പച്ച, അവിടെ ഞങ്ങളോട് സംസാരിക്കുന്ന വഴികൾക്കായി സ്തോത്രം. ഞങ്ങളുടെ ഹൃദയങ്ങളെ കർത്താവേ നീ രൂപാന്തരപ്പെടുത്തണമേ. We don't want to waste our time, Lord. ജീവിതത്തിൽ എത്രയോ വർഷങ്ങൾ ഞങ്ങൾ നഷ്ടപ്പെടുത്തി. അവിടുത്തെ മഹത്വത്തെ അറിയാതെ, അങ്ങയുടെ കൃപ ഗണ്യമാക്കാതെ, അങ്ങയുടെ ഇൻവിറ്റേഷൻ ഹല്ലേലൂയ അവഗണിച്ചുകൊണ്ട്, ഹല്ലേലൂയ സ്തോത്രം, ഈ ലോകത്തെ സ്നേഹിച്ച് ലോകത്തിന്റെ മ്ലേച്ഛതകളില്, അധർമ്മങ്ങളില്, പാപത്തിന്റെ വഴികളില്, അന്ധകാരത്തിൽ ജീവിച്ച് എത്രയോ വർഷങ്ങൾ കളഞ്ഞു കർത്താവേ. ഇനിയുള്ള ഞങ്ങളുടെ വർഷങ്ങൾ അങ്ങയ്ക്ക് പ്രയോജനകരമായി തീരുവാൻ, ഞങ്ങൾക്ക് പ്രയോജനകരമായി തീരുവാൻ കർത്താവേ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുക. ഞങ്ങളോട് സംസാരിക്കുന്ന അങ്ങയുടെ വചനത്തിനായിട്ട് സ്തോത്രം. Make it possible in our life, Lord. Make it real in our life, Lord, through your Holy Spirit, so that we will witness you unto the end of the ages. ഈ വചനങ്ങളാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കും.